ഹലോ. സ്റ്റാർട്ട് ചെയ്യുവാണേ. ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ 805 നമുക്ക് ടൈം കുറവാണ്, അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ പോണേ. അപ്പോൾ 805 എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ നമ്മൾ പഠിക്കുന്ന മൈക്രോ കൺട്രോളർ ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച 886 പ്രോസസർ ആയിരുന്നു. കൺട്രോളർ വരുമ്പോഴുള്ള വ്യത്യാസം എന്താ, ഈ ടൈമർ എന്ന് പറയുന്ന സാധനവും മെമ്മറിയും എല്ലാം ഓൺ ചിപ്പിനകത്ത് തന്നെ വരും അല്ലെ. ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ടൈമർ, കൗണ്ടർ, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഒരു ചിപ്പിനുള്ളിൽ തന്നെ എംബഡ് ചെയ്തേക്കുമായിരിക്കും. അപ്പൊ 805 എന്ന് പറഞ്ഞാൽ ഒരു 8-ബിറ്റ് CMOS പ്രോസസർ ആണ്. അതിന്റെ ഇന്റേണൽ റാമിന്റെ സൈസ് 128 ബൈറ്റ് ആണ്. 4 KB റോം ഓൺ ചിപ്പ്, ആ ചിപ്പിനുള്ളിൽ തന്നെയുള്ള റോമിന്റെ സൈസ് 4 KB ആണ്. ഇനി നമ്മൾ പറഞ്ഞു ഓൺ ചിപ്പ് സൈസ് ആണ് 4 KB എന്ന് പറഞ്ഞത്. അപ്പൊ ഇത് 8-ബിറ്റ് പ്രോസസർ എന്ന് പറഞ്ഞാൽ എല്ലാ പ്രോസസ്സും എക്സിക്യൂട്ട് ചെയ്യുന്നത് ഇൻ ദ ഫോം ഓഫ് 8-ബിറ്റിലായിരിക്കും. പക്ഷെ ഇതിനകത്ത് ഉള്ള അഡ്രസ് ലൈനിന്റെ എണ്ണം 16-ബിറ്റ് ആയിരിക്കും. 16-ബിറ്റ് അഡ്രസ് ലൈൻ ഉള്ള സ്ഥിതിക്ക് എത്ര എക്സ്റ്റേണൽ മെമ്മറീസ് ആക്സസ് ചെയ്യാൻ പറ്റുമായിരിക്കും? 2 raised to 16, അതായത് 64 KB എക്സ്റ്റേണൽ ആയിട്ട് 64 KB മെമ്മറി ഇതിന് ആക്സസ് ചെയ്യാൻ പറ്റും. 64 KB എക്സ്റ്റേണൽ ആയിട്ട് നമുക്ക് പ്രോഗ്രാം മെമ്മറി, അതായത് റോമും കൊടുക്കാൻ പറ്റും. 64 KB ഡേറ്റ മെമ്മറി നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിനുള്ളിൽ കൊടുത്തിരിക്കുന്നത്, അതായത് ചിപ്പിനുള്ളിലുള്ളത് 128 ബൈറ്റ് റാമും 4 KB റോമേ ഉള്ളൂ. നമുക്ക് എക്സ്റ്റേണലി വേണമെങ്കിൽ കണക്ട് ചെയ്യാം. ഓക്കെ, കാരണം ഇതിന്റെ അഡ്രസ് ലൈൻ 16-ബിറ്റ് അഡ്രസ് ലൈൻ ആയതുകൊണ്ട് 64 KB റാമും 64 KB റോമും എക്സ്റ്റേണലി നമുക്ക് അറ്റാച്ച് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അടുത്ത പിന്നെ 4 പോർട്സ് ഉണ്ട്. അതായത് എക്സ്റ്റേണൽ ആയിട്ട് ഡേറ്റ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് പോർട്സ് ഉണ്ടാവും അല്ലെ, എക്സ്റ്റേണൽ പിന്നുകൾ ഉണ്ടാവും. എക്സ്റ്റേണൽ മെമ്മറിയിൽ ഡേറ്റ ഇങ്ങോട്ട് ആക്സസ് ചെയ്യണം, അല്ലെങ്കിൽ എക്സ്റ്റേണൽ മെമ്മറിയിലേക്ക് ഡേറ്റ കൊടുക്കണം, അങ്ങനെയൊക്കെ. അതായത് എക്സ്റ്റേണൽ ആയിട്ട് എന്തെങ്കിലും കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട്, അല്ലെങ്കിൽ നമുക്കൊരു LED കണക്ട് ചെയ്ത് കത്തിക്കണം, ഇതിന്റെ റിസൾട്ട് അനുസരിച്ച് LED ബ്ലിങ്ക് ചെയ്യിക്കണം. അപ്പൊ അതിനൊക്കെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി എക്സ്റ്റേണൽ പോർട്ടുകൾ ഉണ്ട്. ഇതിനകത്ത് നമ്മുടെ IC-ക്കകത്ത് പോർട്ടുകൾ ഉണ്ട്. അങ്ങനെ 4 പോർട്ടുകൾ ഉണ്ട്. പോർട്ട് 0, പോർട്ട് 1, പോർട്ട് 2 ആൻഡ് പോർട്ട് 3. ഈച്ച് ഓഫ് ദം 8-ബിറ്റ് ആണ്. അങ്ങനെ ടോട്ടൽ 8 into 4 32 IO ലൈൻസ്, അല്ലെങ്കിൽ 32 പോർട്ട് ലൈനുകളുണ്ട്. 8 പോർട്ടും 32 IO പിന്നുകളും ഉണ്ട്. ഇനി ഇതിനകത്ത് 2 ടൈമർ അല്ലെങ്കിൽ കൗണ്ടർ എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. ടൈമർ എന്ന് പറയുമ്പോഴത്തേക്ക് വേറൊരു ഫംഗ്ഷൻ, കൗണ്ടർ എന്ന് പറഞ്ഞാൽ വേറൊരു ഫംഗ്ഷൻ. അത് കൗണ്ടർ എന്ന് പറയുമ്പോൾ കൗണ്ട് ചെയ്യുന്നു, ഇവന്റുകളെ കൗണ്ട് ചെയ്യുന്നു. ടൈമർ എന്ന് പറയുമ്പോൾ ഡിലേ ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ 2 ടൈമർ ഓർ കൗണ്ടേഴ്സ് ഉണ്ട്. ഓരോന്നും 16-ബിറ്റ് ആണ്. ഇനി ഇതിനകത്ത് റീസെറ്റും കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ 6 ഇന്ററപ്റ്റ് ഉണ്ട്. ജനറലി ചോദിച്ചു കഴിഞ്ഞാൽ 5 ഇന്ററപ്റ്റേ ഉള്ളൂ. റീസെറ്റും കൂടി ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ 6 ഇന്ററപ്റ്റ്. അപ്പം എക്സാമിന് ജനറലി ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ 5 ഇന്ററപ്റ്റ് എന്ന് എഴുതിയാൽ മതി. അപ്പോൾ 2 എക്സ്റ്റേണൽ ഇന്ററപ്റ്റ് ഉണ്ട്. INT0, INT1 എക്സ്റ്റേണൽ പിൻ വഴി കൊടുക്കാൻ പറ്റുന്ന 2 എക്സ്റ്റേണൽ ഇന്ററപ്റ്റ് ഉണ്ട്. അതുപോലെ 2 ടൈമർ ഇന്ററപ്റ്റ് ഉണ്ട്. പിന്നെ ഒരു സീരിയൽ പോർട്ട് ഇന്ററപ്റ്റ് ഉണ്ട്, അതായത് സീരിയൽ ഡേറ്റ ട്രാൻസ്മിഷന് വേണ്ടിയിട്ടുള്ളതും. പിന്നെ 2 ഇന്റേണൽ ഇന്ററപ്റ്റ്, ടൈമർ ഇന്ററപ്റ്റ് ഉണ്ട്. 2 എക്സ്റ്റേണൽ ഇന്ററപ്റ്റ് ഉണ്ട്. പിന്നെ അത് കൂടാതെ നമുക്കൊരു റീസെറ്റ് കൂടി ഉണ്ട്. അപ്പൊ ഓർഡർ ഓഫ് പ്രയോറിറ്റി, അപ്പൊ ഇന്ററപ്റ്റിന്റെ ഓർഡർ, അപ്പൊ ഏറ്റവും ഹയസ്റ്റ് ഓർഡർ എന്തായാലും റീസെറ്റ് ആയിരിക്കും. കാരണം റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ അതിനായിരിക്കും ഹയർ പ്രയോറിറ്റി. ഇനി അത് കഴിഞ്ഞാൽ റീസെറ്റിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഓർഡർ ഓഫ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഇന്ററപ്റ്റ് 0, ദെൻ ടൈമർ ഇന്ററപ്റ്റ് 0, എക്സ്റ്റേണൽ ഇന്ററപ്റ്റ് 1, ടൈമർ ഇന്ററപ്റ്റ് 1, ദെൻ സീരിയൽ പോർട്ട് ഇന്ററപ്റ്റ്. സീരിയൽ പോർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് സീരിയൽ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന ഇന്ററപ്റ്റ്. ഈ ഓർഡർ ഓഫ് പ്രയോറിറ്റി പഠിച്ചോണം. ഇനി 8085 അത് നമ്മൾ മിക്ക ഇൻസ്ട്രക്ഷൻസും നമ്മൾ എ രജിസ്റ്റർ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അതിനെ അക്യുമുലേറ്റർ ബേസ്ഡ് മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത്. അതായത് മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ പോലത്തെ ഓപ്പറേഷൻ ഒരെണ്ണം ഡിഫോൾട്ട് ആയിട്ട് എ രജിസ്റ്റർ തന്നെ മസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് ഇതിനെ 805 നമുക്ക് അക്യുമുലേറ്റർ ബേസ്ഡ് മൈക്രോ കൺട്രോളർ എന്ന് പറയാം. ഇനി അക്യുമുലേറ്ററിനകത്തുള്ള രജിസ്റ്റേഴ്സ് ആണ്, ഒന്ന് 8-ബിറ്റ് അക്യുമുലേറ്റർ അല്ലെങ്കിൽ എ രജിസ്റ്റർ, 8-ബിറ്റ് പി രജിസ്റ്റർ ഉണ്ട്, ഒരു 8-ബിറ്റ് സ്റ്റാക്ക് പോയിന്റർ ഉണ്ട്. പിന്നെ 8086 ആയിട്ട് വരുമ്പോൾ സ്റ്റാക്ക് പോയിന്ററും ഒക്കെ എന്താവും, 16-ബിറ്റ് ആയി മാറും. ഇവിടെ 8-ബിറ്റേ ഉള്ളൂ. ഇനി പ്രോഗ്രാം കൗണ്ടർ 16-ബിറ്റ് ആണ്. ഡേറ്റ പോയിന്റർ DPTR അതും 16-ബിറ്റ് ആണ്. എക്സ്റ്റേണൽ മെമ്മറി നമ്മൾ ആക്സസ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതാണ് DPTR, ഡേറ്റ പോയിന്റർ എന്ന് പറയുന്നത്. ഇനി അവിടെ 16-ബിറ്റ് എന്നാണ്, ഞാൻ 16 ടൈമർ എന്ന് എഴുതിയിട്ടുണ്ട്. അത് എഴുതിയപ്പോൾ തെറ്റിപ്പോല. 16-ബിറ്റ് ടൈമർ രജിസ്റ്റേഴ്സ് ഉണ്ട്, നമ്മളത് ഓൾറെഡി പറഞ്ഞു. 2 ടൈമർ ഉണ്ട്, ഓരോന്നും 16-ബിറ്റ് ആണെന്ന് പറഞ്ഞു. ഇനി
രജിസ്റ്റർ ബി രജിസ്റ്റർ നമ്മൾ ബി യൂസ് ചെയ്യുന്നത് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ഓപ്പറേഷൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. രജിസ്റ്റർ ബി കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഓപ്പറേഷൻ ആണ്. വേറെ രജിസ്റ്റേഴ്സ്, അതായത് എ രജിസ്റ്റർ കൂടാതെ ബി അല്ലാതെ വേറെ രജിസ്റ്റർ ഡിവിഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷനും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി സ്ക്രാച്ച് പാഡ് രജിസ്റ്റേഴ്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ R0 to R1, അതായത് ഇതിനകത്ത് 4 രജിസ്റ്റർ ബാങ്കുകളുണ്ട്, അല്ലെങ്കിൽ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് 32 ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഉണ്ട്. അതായത് 4 ബാങ്ക്, ഓരോ ബാങ്കിലും 8 രജിസ്റ്റേഴ്സ് ഉണ്ട്, R0 to R7 വരെ, അങ്ങനെ 4 ബാങ്ക്. അപ്പൊ 8 into 4 32 ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പം ഈ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് R0 to R7 ആണ് ജനറലി സ്ക്രാച്ച് പാഡ് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ബി രജിസ്റ്ററിനെ വിളിക്കാറുണ്ട് സ്ക്രാച്ച് പാഡ് എന്ന്. ഇനി പിന്നുള്ളത് അങ്ങനെ എത്ര ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഉണ്ട്? 32 ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഉണ്ട് 4 രജിസ്റ്റർ ബാങ്കിലായിട്ട്. അപ്പം ഏതെങ്കിലും ഒരു ബാങ്കേ അറ്റ് എ ടൈം ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. R0 to R7, R0, R1, R2 അങ്ങനെ 8 രജിസ്റ്റേഴ്സിലെ ഏതെങ്കിലും ഒരു ബാങ്കിലാണ് അറ്റ് എ ടൈം ആക്സസ് ചെയ്യുന്നത്. അപ്പൊ അത് ഏത് ബാങ്കാന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ് അല്ലെങ്കിൽ ഫ്ലാഗ് രജിസ്റ്ററിലെ 3rd and 4th ബിറ്റ് ആണ് അത് തീരുമാനിക്കുന്നത്. അപ്പൊ നമ്മൾ PSW സ്ട്രക്ചർ കാണുമ്പോൾ മനസ്സിലാവും. ഇനി ചുമ്മാ കുറച്ച് അഡ്രസ്സുകൾ തന്നിരിക്കുക, ഈ ഓരോ രജിസ്റ്ററിന് പറയുന്ന പേരുകള്, നമ്മള് ഇന്റേണലി അതിന്റെ അഡ്രസ്സുകൾ. അപ്പം അക്യുമുലേറ്റർ ആണെങ്കിൽ E0, ബി രജിസ്റ്റർ ആണെങ്കിൽ F0, PSW ആണെങ്കിൽ D0, സ്റ്റാക്ക് പോയിന്റർ ആണെങ്കിൽ 81, DPH 83, പറ്റുന്ന വാല്യൂസ് കാണാൻ പഠിക്കുക കേട്ടോ. ഇനി അതുപോലെ സ്ക്രാച്ച് പാഡ് ഏരിയ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 30 to 7F ഓഫ് ഇന്റേണൽ റാം ലൊക്കേഷൻ. അത് നമുക്ക് ഫിഗർ കാണുമ്പോൾ മനസ്സിലാവും, ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. സ്ക്രാച്ച് പാഡ് രജിസ്റ്റർ ഏതാന്ന് ചോദിച്ചാൽ R0 to R7. പിന്നെ സ്ക്രാച്ച് പാഡ് മെമ്മറി ഏരിയ ചോദിച്ചു കഴിഞ്ഞാൽ 30 to 7F ആണ്. അതിനെന്താന്ന് പറഞ്ഞുതരാം. ഇനി അതിന് മുമ്പ് നമുക്ക് പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ് ഒന്ന് നോക്കാം. പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ് അല്ലെങ്കിൽ ഫ്ലാഗ് രജിസ്റ്ററിലെ പാരിറ്റി ബിറ്റ് റൈറ്റ് ഹാൻഡ് എൻഡിൽ നോക്കുക, അതായത് LSB സൈഡിൽ നോക്കുക, പാരിറ്റി ബിറ്റ്, ദെൻ ഓവർഫ്ലോ, RS0, RS1, ഓക്സിലറി ക്യാരി ഫ്ലാഗ്, നമ്മുടെ പഴയ പോലെ തന്നെ ഫംഗ്ഷൻസ് എല്ലാം. ഇവിടെ പാരിറ്റി ഫ്ലാഗ് ചെക്ക് ചെയ്യുന്നത് ഈവൻ പാരിറ്റി ആണ് ചെക്ക് ചെയ്യുന്നത്, 8086 ഓഡ് പാരിറ്റി ആണ് ചെക്ക് ചെയ്യുന്നത്. ഇനി അതുപോലെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 8086 നമ്മുടെ ഡിഫറൻസ് പറഞ്ഞാൽ സ്റ്റാക്ക് പോയിന്റർ ഇൻക്രിമെന്റ് ചെയ്യുന്നുണ്ട്. സ്റ്റാക്ക് പോയിന്റർ ഇവിടെ ഇൻക്രിമെന്റ് ചെയ്യുന്നത്, പക്ഷെ നമ്മുടെ 8086 സ്റ്റാക്ക് പോയിന്ററിൽ നമ്മൾ പുഷ് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഡിക്രിമെന്റ് ആണ് ചെയ്യുന്നത്. ഇവിടെ പുഷ് ഓപ്പറേഷനിൽ ഇൻക്രിമെന്റും ആണ് ചെയ്യുന്നത്. അവിടെ പുഷ് ഓപ്പറേഷനിൽ ഡിക്രിമെന്റഡ് ബൈ 2ഉം ഇവിടെ പുഷ് ഓപ്പറേഷൻ വരുമ്പോൾ ഇൻക്രിമെന്റഡ് ബൈ 1ഉം ആണ്. ഇനി പോപ്പ് വരുമ്പോഴത്തേക്ക് ഇവിടെ ഡിക്രിമെന്റ് ചെയ്യും ബൈ 1, അവിടെ ഇൻക്രിമെന്റഡ് ബൈ 2 ആണ് 8086. ഇനി 8051 8086 എന്നുള്ള ഫ്ലാഗ് നമ്മളെ മറ്റൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ 8051 സീറോ ഫ്ലാഗ് ഇല്ല. സീറോ ഫ്ലാഗ് പറഞ്ഞ കേസില്ല, അവിടെ സീറോ ഫ്ലാഗ് ഉണ്ട്. ഇനി പിന്നെ ക്രിസ്റ്റൽ 1, ക്രിസ്റ്റൽ 2 രണ്ട് ക്രിസ്റ്റൽ ഓസിലേറ്റേഴ്സിനകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഒരു ക്രിസ്റ്റൽ ഓസിലേറ്റർ ഒരു ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് ആയിരിക്കും, മറ്റേ ക്രിസ്റ്റൽ ഓസിലേറ്റർ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറിന്റെ ഇൻപുട്ടും ആയിട്ട് ആയിരിക്കും ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ എക്സ്റ്റേണൽ ക്ലോക്കുകൾ യൂസ് ചെയ്യുമ്പോൾ ക്രിസ്റ്റൽ 1ഉം ക്രിസ്റ്റൽ 2ഉം നമ്മൾ യൂസ് ചെയ്യുന്നില്ല. പിന്നെ ക്രിസ്റ്റൽ ഫ്രീക്വൻസി ഓഫ് 8051 12 MHz അപ്രോക്സിമേറ്റ്ലി എടുക്കുന്നതാണ്. കറക്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 11.0592 MHz ആണ് കറക്റ്റ് ആക്യുറേറ്റ് വാല്യൂ. അപ്പൊ 11.0592 MHz തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ 12 MHz കൊടുക്കും. നെക്സ്റ്റ് റാം മെമ്മറി. ഇപ്പൊ നേരത്തെ പറഞ്ഞത് 30 to 7F, അതൊക്കെ ഒന്ന് മനസ്സിലാകാൻ വേണ്ടി ഒന്നുകൂടി പറയാണ്. അപ്പൊ നമ്മുടെ റാം മെമ്മറി ലൊക്കേഷൻ മൊത്തത്തിൽ 128 ബൈറ്റ് ആണ്. ആ 128 ബൈറ്റില് 128 ബൈറ്റിനെ ഇങ്ങനെ കുറെ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഫസ്റ്റ് നമ്മുടെ ബാങ്കുകൾ 4 ബാങ്കുകൾ വരും. അപ്പം 00 to 07 ബാങ്ക് 0, 07 to 0 ഓഫ് ബാങ്ക് 1, 10 to 17 ബാങ്ക് 2 ആൻഡ് 18 to 1 ഓഫ് ബാങ്ക് 3. അതായത് അങ്ങനത്തെ 8 എണ്ണം. അത് കഴിഞ്ഞാൽ കുറച്ച് ബിറ്റ് അഡ്രസ്സബിൾ റാം ലൊക്കേഷൻ ഉണ്ട്. ബിറ്റ് അഡ്രസ്സബിൾ ലൊക്കേഷൻ വെച്ചാൽ നമുക്ക് ബിറ്റ് വൈസ് യൂസ് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ് ബൈറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന റാം ലൊക്കേഷൻസ് ആണ്. അത് നമുക്ക് P3 ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിലെ .1 എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ബിറ്റ് മാത്രം ആക്സസ് ചെയ്യാൻ പറ്റും. നമുക്ക് ബാക്കിയുള്ള നമുക്ക് ആ ഒരു കംപ്ലീറ്റ് 8 ബിറ്റ് ആയിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ നമുക്ക് ബിറ്റ് ആക്സസ് ചെയ്യാൻ പറ്റും. അങ്ങനെ 16 ബൈറ്റ് ബിറ്റ് അഡ്രസ്സബിൾ മെമ്മറി ലൊക്കേഷൻ ഉണ്ട്. അതാണ് 20 to 2F വരെ. ഇനി ഒരു 80 ബൈറ്റ് അഡ്രസ്സബിൾ റാം ലൊക്കേഷൻ ഉണ്ട്. അതായത് അത് ബൈറ്റ് ആയിട്ട് മാത്രമേ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഈ 30 to 7F അല്ലെങ്കിൽ 80 ബൈറ്റ് അഡ്രസ്സബിൾ റാം ലൊക്കേഷൻ ആണ് നമ്മൾ സ്ക്രാച്ച് പാഡ് റാം ഏരിയ എന്ന് പറയുന്നത്. ഇനി ഇതിന് എബോവ് ആയിട്ട് നമുക്ക് ഇനി സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്ററുകൾ ഉണ്ടല്ലോ, നമുക്ക് ഈ പറഞ്ഞ എയും ബിയും
അല്ലെങ്കിൽ നമ്മൾ DPTR എന്നൊക്കെ പറഞ്ഞില്ലേ, ഇതെല്ലാം സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്ററുകളാണ്. അല്ലെങ്കിൽ TCON, TH, TCON, SCON എന്നൊക്കെ പറയും കുറെ രജിസ്റ്റേഴ്സ് ഉണ്ട്. TMOD രജിസ്റ്റേഴ്സ്, PCON രജിസ്റ്റേഴ്സ്, പവർ കൺട്രോൾ രജിസ്റ്റേഴ്സ്, ഇങ്ങനത്തെ രജിസ്റ്റേഴ്സ് എല്ലാം കിടക്കുന്ന അഡ്രസ്സുകൾ, ഇങ്ങനത്തെ രജിസ്റ്റേഴ്സിനെല്ലാം കൂടെ നമ്മൾ പറയുന്നതാണ് സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റർ അല്ലെങ്കിൽ SFR എന്ന് പറയും. അത് കിടക്കുന്നത് ഈ 7Fന് എബോവ് ആയിട്ട്, അവിടുന്ന് അതായത് 80 മുതൽ FF വരെയാണ് സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സിന്റെ ലൊക്കേഷൻ. അപ്പൊ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഈ 128 ബൈറ്റ് ലൊക്കേഷൻ ആണ് നമുക്ക് ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റുന്നത്. മറ്റേത് രജിസ്റ്റേഴ്സിനുള്ള ലൊക്കേഷൻസ് ആണ് 80 to FF. അത് ചിലപ്പോൾ ചോദിക്കാം. ഇനി 4 പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞു. പോർട്ട് 0, പോർട്ട് 1, പോർട്ട് 2, പോർട്ട് 3. പോർട്ട് 0 എന്ന് പറയുമ്പോഴത്തേക്ക് പോർട്ട് 0യ്ക്കും 2 പർപ്പസ് ഉണ്ട്. അഡ്രസ് കം ഡാറ്റാബേസ് എന്ന പോർട്ട് 0നെ പറയുന്നത്. അഡ്രസ് കം ഡാറ്റാബേസ് എന്ന് പറയുന്നതിന് കാരണം ഇപ്പൊ നമ്മൾക്ക് എക്സ്റ്റേണൽ മെമ്മറിയിൽ നിന്ന് എക്സ്റ്റേണൽ മെമ്മറിയിലേക്ക് ഡാറ്റ റീഡ് ചെയ്യണം. അപ്പൊ ആ ഡാറ്റ റീഡ് ചെയ്യുന്നത് നമുക്ക് പോർട്ട് 0 വഴി റീഡ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ റൈറ്റ് ചെയ്യണം, പോർട്ട് 0 വഴി കൊടുക്കാം. ഇനി നമുക്ക് എക്സ്റ്റേണൽ മെമ്മറിയുടെ അഡ്രസ്സ് നമുക്കറിയാം 64 KB എക്സ്റ്റേണൽ മെമ്മറി വരെ നമുക്ക് കണക്ട് ചെയ്യാന്ന് പറഞ്ഞു. റാം ആയാലും റോം ആയാലും 64 KB നമുക്ക് അറ്റാച്ച് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ 64 KB ആകുമ്പോൾ അതിന് 16 ബിറ്റ് അഡ്രസ് ലൈൻസ് ഉണ്ടാവും അല്ലെ, 16 ബിറ്റ് അഡ്രസ് ഉണ്ടാവും. അപ്പൊ 16 ബിറ്റ് അഡ്രസ് കൊടുക്കേണ്ടപ്പോ നമുക്ക് 2 8 ബിറ്റ് വെച്ച് വേണം. അതായത് പോർട്ട് 0യ്ക്ക് 8 ബിറ്റേ ഉള്ളൂ. അപ്പൊ ആ അഡ്രസ് നമ്മളിപ്പം ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ അഡ്രസ് എടുത്ത് പ്ലേസ് ചെയ്യുന്നത് ആ അഡ്രസ്സിന്റെ, അത് എക്സ്റ്റേണൽ മെമ്മറി അഡ്രസ്സിന്റെ ലോവർ 8 ബിറ്റ് പ്ലേസ് ചെയ്ത് നമ്മുടെ പോർട്ട് 0യിലേക്കായിരിക്കും. അതുകൊണ്ടാണ് അതിനെ അഡ്രസ് കം ഡാറ്റാബേസ്, അതായത് ഡേറ്റയും എടുക്കാൻ പറ്റും, അതേപോലെ അഡ്രസ്സും കൊടുക്കുന്നത് നമ്മുടെ പോർട്ട് 0 വഴിയാണ്. ഇനി ഹലോ കേൾക്കുന്നുണ്ടോ? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. ഹലോ. ഓക്കെ. അടുത്തത് ഇനി നമുക്ക് പോർട്ട് 0. ഓക്കെ. പോർട്ട് 0നെ നമുക്ക് ഓപ്പൺ ഡ്രെയിൻ എന്ന് പറയും. ഓപ്പൺ ഡ്രെയിൻ ആയിട്ടായിരിക്കും വെച്ചിരിക്കുന്ന പോർട്ട് 0. അതായത് നമ്മൾ ഈ പോർട്ട് 0 നമുക്ക് ഇൻപുട്ടോ ഔട്ട്പുട്ട് പോർട്ടോ ആക്കണമെന്നുണ്ട്, അത് എന്തെങ്കിലും ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് 10K എക്സ്റ്റേണൽ പുൾ അപ്പ് റെസിസ്റ്റൻസ് കണക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഓപ്പൺ ഡ്രെയിൻ ആയിട്ടുള്ള പോർട്ട് ഏതാന്ന് ചോദിച്ചാൽ പോർട്ട് 0, അല്ലെങ്കിൽ എക്സ്റ്റേണൽ പുൾ അപ്പ് രജിസ്റ്റേഴ്സ് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കേണ്ട പോർട്ട് ഏതാന്ന് ചോദിച്ചാൽ പോർട്ട് 0 ആയിരിക്കും. ഇനി അടുത്തത് പിന്നെ ഇതെല്ലാം നമ്മൾ പറഞ്ഞതാണ്. അടുത്ത പോർട്ട് 1. പോർട്ട് 1 ഡെഡിക്കേറ്റഡ് IO പോർട്ട് ആണ്. ചിലപ്പോൾ ചോദിക്കാം ഏതാണ് ഡെഡിക്കേറ്റഡ് IO പോർട്ട്. അതായത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡേറ്റ കൊടുക്കാൻ വേണ്ടി മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അഡ്രസ് സ്ലാച്ചിങ് ഒന്നും പോർട്ട് 1 ഇല്ല. അപ്പൊ ഡെഡിക്കേറ്റഡ് IO പോർട്ട്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡേറ്റ ട്രാൻസ്ഫറിന് മാത്രം ഉപയോഗിക്കുന്ന പോർട്ടാണ് പോർട്ട് 1. അപ്പൊ അതുവഴി ഡേറ്റ ഔട്ട്പുട്ടിലേക്ക് കൊടുക്കാം, അല്ലെങ്കിൽ 8 ബിറ്റ് ഡേറ്റ എടുക്കുകയും ചെയ്യാം. അതാണ് പോർട്ട് 1ന്. പോർട്ട് 1ന് വേറെ ഫംഗ്ഷൻസ് ഒന്നുമില്ല. പക്ഷെ പോർട്ട് 0 ആണെങ്കിൽ അഡ്രസ് കം ഡാറ്റ ആണ്, ഡാറ്റയും അഡ്രസ്സും അത് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഇനി പോർട്ട് 2. പോർട്ട് 0നെ പോലെ തന്നെ അഡ്രസ്സും ഡാറ്റയും ചെയ്യുന്നുണ്ട്. അതായത് ഡേറ്റ ആക്സസ് ചെയ്യാൻ പറ്റും, അതുപോലെ അഡ്രസ്, അതായത് അഡ്രസ്സിന്റെ ഹയർ ഓർഡർ. പോർട്ട് 0യ്ക്ക് അഡ്രസ്സിന്റെ ലോവർ ഓർഡർ ബിറ്റ് ആയിരുന്നു, ലോവർ ഓർഡർ 8 ബിറ്റുകളായിരുന്നു എടുക്കുന്നെങ്കിൽ പോർട്ട് 2 ഹയർ ഓർഡർ 8 ബിറ്റ് എക്സ്റ്റേണൽ മെമ്മറി യൂസ് ചെയ്യുമ്പോൾ ഹയർ ഓർഡർ 8 ബിറ്റ് ലാച്ച് ചെയ്യുന്നത് പോർട്ട് 2 ആണ്. അപ്പൊ അതിനും ഡ്യുവൽ ഫംഗ്ഷൻ ആണ്. അടുത്ത പോർട്ട് 3. പോർട്ട് 3ക്കും ഡ്യുവൽ പർപ്പസ് ഉണ്ട്. അതായത് പോർട്ട് 3 നമുക്ക് ഡേറ്റ ട്രാൻസ്ഫറിന് ഉപയോഗിക്കാം. അത് കൂടാതെ വേറെ കുറെ ഫംഗ്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പോർട്ട് 3 യൂസ് ചെയ്യുമ്പോൾ കുറച്ച് സൂക്ഷിച്ച് വേണം യൂസ് ചെയ്യാൻ. കാരണം ഇതിന് ഒരുപാട് പോർട്ട് 3ക്ക് വേറെ കുറെ ഫംഗ്ഷൻസ് പോർട്ട് 3ക്ക് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഇന്ററപ്റ്റ് ആവാത്ത രീതിയിൽ വേണം പോർട്ട് 3 നമ്മൾ IO പോർട്ട് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പോർട്ട് 3യുടെ ആൾട്ടർനേറ്റ് ഫംഗ്ഷൻസ്, ഈ പിൻ വാല്യൂസ് എല്ലാം ഓർക്കണം. P3.0 എന്ന് വെച്ചാൽ RxD, അതായത് സീരിയൽ ഡേറ്റ റിസീവ് ചെയ്യണം. നമ്മൾ സീരിയൽ ഡേറ്റ ട്രാൻസ്മിഷൻ നടത്തുമ്പോൾ P3.0 വഴിയാണ് സീരിയൽ ഡേറ്റ, അതായത് നമ്മുടെ പ്രോസസ്സറിൽ നിന്ന് നമ്മൾ ഡേറ്റ പുറത്തേക്ക് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് പാരലായിട്ട് ആണ് ഡേറ്റ കിട്ടുന്നത്. അതിനെ നമ്മൾ സീരിയൽ ഡേറ്റ ആയിട്ട് കൺവേർട്ട് ചെയ്ത് 1 ബിറ്റ് ബൈ 1 ബിറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് ഒരു IC ഒക്കെ കണക്ട് ചെയ്യും സീരിയൽ ഡേറ്റ കൺവേർഷൻ വേണ്ടിയിട്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു 8251. അപ്പൊ ഈ 8251 ഒക്കെ അറ്റാച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഡേറ്റ ട്രാൻസ്മിറ്റിംഗ്, ഡേറ്റ റിസപ്ഷൻ ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സീരിയൽ ഡേറ്റ ഇൻപുട്ട് പോർട്ടും സീരിയൽ ഡേറ്റ ഔട്ട്പുട്ട് പോർട്ടും കാണിക്കുന്നത്. അപ്പോൾ P3.0 ആണെങ്കിൽ സീരിയൽ ഡേറ്റ റിസീവ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി സീരിയൽ ഡേറ്റ ഔട്ട്പുട്ട് ചെയ്യുന്നത്, പുറത്തേക്ക് കൊടുക്കുന്നു, അതിനാണ് P3.1 ആയിരിക്കും അപ്പൊ ഹൈ ആക്കുന്നത്. ഇനി P3.2. ഒരു മിനിറ്റ്, ഞാനൊരു 5 മിനിറ്റ്സിനുള്ളിൽ തിരിച്ചു വരാവേ, ഒരു അത്യാവശ്യമുണ്ട്. നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യണേ. P3.4, P3.5, ദെൻ എക്സ്റ്റേണൽ മെമ്മറി ആയിട്ട് നമ്മൾ റീഡ് ആൻഡ് റൈറ്റ് കൺട്രോൾ കാണിക്കുന്നതാണ് P3.6 റൈറ്റ്.
P3.7 ആകുമ്പോൾ റീഡും. അപ്പൊ ഈ പിൻ നമ്പേഴ്സ് ഇത് ഓർത്തോണം, ഈ ആൾട്ടർനേറ്റ് ഫംഗ്ഷൻസ് ഓർത്തോണം, പിൻ നമ്പർ ചോദിക്കാം. പിന്നെ ഓൺ മെഷീൻ സൈക്കിൾ ഓഫ് മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത് 12T ആണ്, അതായത് 1 മൈക്രോ സെക്കൻഡ് ആണ് ജനറലി പറയുന്നത്. പിന്നെ ഇനി നമ്മൾ റീസെറ്റ് ചെയ്യുമ്പോൾ, അപ്പോൺ റീസെറ്റ്, അതായത് നമ്മൾ റീസെറ്റ് ചെയ്ത് നമ്മുടെ കൺട്രോളർ റീസെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എല്ലാ പോർട്സ് എല്ലാം അപ്പം ഇരിക്കുന്നത് ഇൻപുട്ട് പോർട്ട് ആയിട്ടായിരിക്കും. പിന്നെ നമ്മൾ അതിനെ ഔട്ട്പുട്ട് പോർട്ടായിട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് സെറ്റ് ബി എന്നുള്ള കൊടുത്ത് വേണം പോർട്ടിനെ ഔട്ട്പുട്ട് പോർട്ട് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നോർമലി റീസെറ്റ് ചെയ്യുമ്പോൾ പോർട്സ് എല്ലാം ഇൻപുട്ട് പോർട്സ് ആയിട്ടായിരിക്കും കോൺഫിഗർ ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് ടൈമേഴ്സ് ഓർ കൗണ്ടേഴ്സ്. അപ്പൊ ടൈമർ ഓർ രണ്ട് ടൈമേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ടൈമർ 0യും ടൈമർ 1 എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ കൗണ്ടർ 0 അല്ലെങ്കിൽ കൗണ്ടർ 1 എന്ന് പറയാം. രണ്ടും 16 ബിറ്റ് ആന്ന് പറഞ്ഞു. അപ്പോൾ ടൈമർ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ടൈമർ എന്ന് പറഞ്ഞാൽ നേരത്തെ നമുക്ക് ഡിലേ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും, ഈവൻ കൗണ്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തിനു വേണ്ടിയിട്ട് നമുക്ക് കൗണ്ട്, അതായത് ഇപ്പൊ ഒരു ഇത്ര ബിറ്റ്സ് ഇത് വരുമ്പോഴത്തേക്ക്, അത് ഇത്ര ക്ലോക്ക് വരുമ്പോൾ എണ്ണാൻ വേണ്ടിയിട്ട്, കൗണ്ട് എണ്ണാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്കൊരു ഇവന്റ് കൗണ്ട് ചെയ്യണം, അപ്പൊ ഇത്ര ഒരു ബൾബ് എത്ര പ്രാവശ്യം ഹൈ കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോഴേ ഒക്കെ കൗണ്ടിങ്ങിന് വേണ്ടിയിട്ടാണ് കൗണ്ടർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ടൈമേഴ്സ് രണ്ടെണ്ണം വരുന്നുണ്ട്, ടൈമർ 0യും ടൈമർ 1 എന്നും പറഞ്ഞു. രണ്ടും 16 ബിറ്റ് ആണ്. അപ്പം നമുക്ക് ഈ ടൈമറിനെ നമുക്ക് വേണമെങ്കിൽ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അതായത് ഓരോ ടൈമറും ലോവർ ഓർഡർ 8 ബിറ്റും ഹയർ ഓർഡർ 8 ബിറ്റുള്ള രണ്ട് രജിസ്റ്റേഴ്സ് ആയിട്ട്. അതായത് TL0യും TH0 എന്ന് പറഞ്ഞാൽ ടൈമർ 0യുടെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. TL1 ഉം TH1 ടൈമർ 1ന്റെ രജിസ്റ്റേഴ്സ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഇനി സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സ് യൂസ്ഡ് ഇൻ ടൈമർ ഓർ കൗണ്ടർ. അപ്പൊ ഈ ടൈമേഴ്സിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ടി മോഡ് രജിസ്റ്റർ ഉണ്ട്, ടികോൺ രജിസ്റ്റർ ഉണ്ട്. അപ്പം ചോദിക്കാം ടൈമറിന്റെ ഫംഗ്ഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ടൈമറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന രജിസ്റ്റേഴ്സ് ഏതൊക്കെയാണ്? ടി മോഡ് രജിസ്റ്ററും ടികോൺ രജിസ്റ്ററും രണ്ട് സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റർ ആണ്. അപ്പൊ അതിനകത്ത് ടി മോഡ് രജിസ്റ്ററിന്റെ അഡ്രസ് 89H ആണ്. അപ്പൊ ടി മോഡ് രജിസ്റ്ററിന്റെ ലോവർ ഓർഡർ ഹാഫ് ടൈമർ 0നെ കൺട്രോൾ ചെയ്യാനും ഹയർ ഓർഡർ ഹാഫ് ടൈമർ 1നെ കൺട്രോൾ ചെയ്യാനുള്ളതാണ്. അപ്പൊ ലോവർ ഓർഡർ ഹാഫ് നോക്കുക, M1 M0 എന്ന് പറഞ്ഞാൽ മോഡ് കൺട്രോൾ ബിറ്റ് ആണ്. ഇനി സി ഓർ ടി ബാർ എന്ന് കാണിക്കുന്ന കൗണ്ടർ ഓർ ടൈമർ ഗേറ്റ്. അപ്പൊ നമുക്ക് ഓരോന്നിന്റെ ഫംഗ്ഷൻ നോക്കാം. അപ്പൊ M1 M0 എന്ന് പറഞ്ഞാൽ മോഡ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം 4 മോഡ്സ് ആണ് ടൈമറിനുള്ളത്. മോഡ് 0, മോഡ് 1, മോഡ് 2, മോഡ് 3. മോഡ് 0 എന്ന് പറയുന്നത് 13 ബിറ്റ് ടൈമർ ആണ്. മോഡ് 1 എന്ന് പറഞ്ഞാൽ 16 ബിറ്റ് ടൈമർ ആണ്. മോഡ് 2 നമ്മൾ കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു 8 ബിറ്റ് ടൈമർ ആയിട്ട് ആക്ട് ചെയ്യും. മറ്റൊരു പേര് ഓട്ടോമാറ്റിക് റീലോഡ് ടൈമർ എന്ന് പറയും, ഓട്ടോമാറ്റിക് റീലോഡ് മോഡ് എന്ന് പറയും. അടുത്ത മോഡ് 3 എന്ന് പറയുന്നത് സ്പ്ലിറ്റ് ടൈമർ മോഡ്. മോഡ് 3 ടൈമർ 0 മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ, ടൈമർ 1 വർക്ക് ചെയ്യത്തില്ല. അപ്പൊ അത് ഓർത്തോണം. മോഡ് 3 ടൈമർ 0 മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. ഇനി ഓട്ടോ റീലോഡ് മോഡ് ഏതാന്ന് ചോദിച്ചാൽ മോഡ് 2. പിന്നെ 16 ബിറ്റ് ടൈമർ ആയിട്ട് വർക്ക് ചെയ്യുന്നത് മോഡ് 1. മോഡ് 0 എന്ന് പറഞ്ഞാൽ 13 ബിറ്റ് ടൈമർ ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അപ്പൊ 13 ബിറ്റ് ടൈമർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് നമ്മുടെ 805നെ ലോവർ ഓർഡർ കൺട്രോളറുകളായിട്ട്, ഏതെങ്കിലും ബിറ്റ്സ് കുറഞ്ഞ കൺട്രോളറുകളായിട്ട് നമുക്ക് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ മോഡ് 0 വെച്ചിട്ട് നമ്മൾ കോൺഫിഗർ ചെയ്യുന്നത് ആ ടൈമിൽ. ഇനി സി ഓർ ടി ബാർ, അതായത് സി ഓർ ടി ബാർ ഈക്വൽ ടു 1 ആണെങ്കിൽ അതൊരു കൗണ്ടർ ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഈക്വൽ ടു 0 ആണെങ്കിൽ അതൊരു ടൈമർ ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. അതെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഗേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ടൈമറിനെ സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും ഒരു കൺട്രോൾ വേണ്ടേ. അപ്പൊ നമുക്ക് പ്രോഗ്രാം എഴുതാൻ പറ്റും. അപ്പൊ ഗേറ്റ് ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് പ്രോഗ്രാം മാത്രം, അതായത് സെറ്റ് ബി TR0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, അപ്പൊ TR0 ഒക്കെ എന്താ നമുക്ക് കാണാം, അടുത്ത ടികോൺ രജിസ്റ്റർ കാണുമ്പോൾ മനസ്സിലാവും. അപ്പൊ സെറ്റ് ബി TR0 എന്ന് കൊടുത്തു കഴിഞ്ഞാലായിരിക്കും ഒരു കൗണ്ടറിൽ ടൈമർ റൺ ചെയ്യുന്നത്, ടൈമർ സ്റ്റാർട്ട് ചെയ്യും, കൗണ്ട് ചെയ്ത് തുടങ്ങും. ക്ലിയർ TR0 എന്ന് പറഞ്ഞാൽ ടൈമർ സ്റ്റോപ്പ് ചെയ്യും. അതായത് ടൈമർ 0 സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ സെറ്റ് ബി TR0 എന്ന് കൊടുത്താൽ അത് കൗണ്ട് ചെയ്ത് തുടങ്ങും, 0 1 2 3. നമ്മൾ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ക്ലിയർ TR0 കൊടുത്തെങ്കിൽ ടൈമർ 0 സ്റ്റോപ്പ് ചെയ്യും. അതുപോലെ സെറ്റ് ബി TR1 കൊടുക്കുമ്പോൾ ടൈമർ 1 ആയിരിക്കും. ക്ലിയർ TR1 എന്നാണെങ്കിൽ ടൈമർ 1 ആയിരിക്കും ക്ലിയർ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ സോഫ്റ്റ്വെയർ വഴി നമുക്ക് പ്രോഗ്രാം എഴുതി നമുക്ക് കൺട്രോൾ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ഗേറ്റ് ഈക്വൽ ടു 0 കൊടുക്കുക. അല്ല, നിങ്ങൾക്ക് എക്സ്റ്റേണൽ കൺട്രോൾ വഴി, അതായത് എക്സ്റ്റേണൽ പിൻ വഴിയും കൂടി നിങ്ങൾക്ക് ടൈമറിനെ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗേറ്റ് ഈക്വൽ ടു 1 കൊടുക്കണം. അപ്പൊ ഗേറ്റ് ഈക്വൽ ടു 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എക്സ്റ്റേണലി നമുക്ക് INT0 എന്നും INT1 രണ്ട് പിൻ ഉണ്ടല്ലോ, ആ പിൻ വഴി നമ്മൾ, അതായത് നമ്മൾ P3 ഏതായിരുന്നു INT0 വരുന്ന ഏതായിരുന്നു,
ആൾട്ടർനേറ്റ് ഫംഗ്ഷൻസ് കൊടുത്തിട്ടുണ്ടല്ലോ. INT0 വരുന്നത് P3.2, INT1 വരുന്നത് P3. ആ രണ്ട് പിന്നും പ്ലസ് നമ്മൾ ഈ സെറ്റ് ബി ക്ലിയർ അങ്ങനെ ആ രണ്ടും കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഇത് വർക്ക് ചെയ്യത്തുള്ളൂ, ആ ടൈമർ വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഗേറ്റ് ഈക്വൽ, അതായത് എക്സ്റ്റേണൽ കൺട്രോളും കൂടെ കൊടുത്ത് ടൈമറിനെ ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഗേറ്റ് ഈക്വൽ ടു 1 കൊടുക്കണം. സോഫ്റ്റ്വെയർ മാത്രം, അപ്പോൾ സോഫ്റ്റ്വെയർ മാത്രം ഉപയോഗിച്ച് ടൈമർ റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗേറ്റ് ഈക്വൽ ടു 0. അടുത്തത് ടൈമർ കൺട്രോൾ രജിസ്റ്റർ അല്ലെങ്കിൽ ടീകോൺ രജിസ്റ്റർ. ടീകോൺ രജിസ്റ്റർ എന്ന് പറയുന്നത് ടീകോൺ രജിസ്റ്ററിൽ നമ്മൾ ഇപ്പൊ നോക്കേണ്ടത് ടൈമറിന്റെ മാത്രം ഹയർ ഓർഡർ ഹാഫ് നോക്കുക. ഇപ്പൊ പറഞ്ഞില്ലേ ടീമോർ രജിസ്റ്ററിന്റെ ലോവർ ഓർഡർ ഹാഫ് ടൈമർ 0ക്ക് വേണ്ടിയിട്ടുള്ളതും ഹയർ ഓർഡർ ഹാഫ് ടൈമർ 1ന് വേണ്ടിയിട്ടുള്ള എന്ന് പറഞ്ഞില്ലേ, അത് ഇപ്പൊ നമ്മൾ സെയിം തന്നെയാണ് ഇപ്പുറത്തോട്ട് ടൈമർ 1ലും വരുമ്പോഴേ സെയിം ഇത് തന്നെയാണ് M1 M0 അത് തന്നെയാണ് അപ്പുറത്തോട്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഏത് ഇപ്പൊ മോഡ് ടിമോഡ് കോമ #21 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ആ 21ന്റെ ഹെക്സാഡെസിമൽ എഴുതുക, അപ്പൊ നമുക്ക് ഇതിന്റെ കറസ്പോണ്ടിങ് ബിറ്റ് കിട്ടും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത് ടിമോഡിനെ ആ വാല്യൂ കൊടുത്ത്. അടുത്ത ടൈമർ കൺട്രോൾ രജിസ്റ്റർ എന്ന് പറയുന്നത് അതിന്റെ ഹാഫ് അപ്പർ ഹാഫ് നോക്കുക. അപ്പർ ഹാഫ് ആണ് നമ്മൾ ടൈമറിന് വേണ്ടി കൺട്രോൾ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ലോവർ ഹാഫ് ഇന്ററപ്റ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പർ ഹാഫിൽ TR0 TF0. TR0 എന്ന് വെച്ചാൽ ടൈമർ റൺ 0, ടൈമർ 0 റൺ ചെയ്യാൻ നമ്മൾ ഈ ബിറ്റ് ഹൈ ആക്കിയാൽ മതി. ഇനി TF0 എന്ന് പറഞ്ഞാൽ അതൊരു ഫ്ലാഗ് ആണ്, അതായത് ടൈമർ കൗണ്ട് ചെയ്ത് ഇപ്പൊ 00 to FF വരെ കൗണ്ട് ചെയ്യണം. അപ്പൊ 00 to FF കഴിഞ്ഞിട്ട് വീണ്ടും അത് റോൾ ചെയ്ത് അടുത്ത ഒരു റൗണ്ട് കഴിഞ്ഞ് വീണ്ടും റോൾ ചെയ്ത് 00ലേക്ക് വരത്തില്ല. അപ്പൊ ആ റോളിംഗ് കാണിക്കും. റോൾ ചെയ്യുന്ന സമയത്ത് ഈ ടൈമർ ഫ്ലാഗ് 1 ആയിട്ട് മാറും. അതുപോലെ TR1 എന്ന് പറഞ്ഞാൽ ടൈമർ റൺ ഫോർ എന്താ ടൈമർ 1. TF1 എന്ന് പറഞ്ഞാൽ ടൈമർ ഫ്ലാഗ് ഫോർ ടൈമർ 1. ഇനി അപ്പൊ ഈ ഫ്ലാഗിൽ ഹൈ വരുന്ന എപ്പോഴാണ്, ഈ റോൾ ഓഫ് വരുമ്പോൾ അവിടെ അടുത്തുനിന്ന് കൗണ്ട് ചെയ്ത് അടുത്തേക്ക് പോകുമ്പോൾ. ഞാൻ ചുമ്മാ ഒരു എക്സാമ്പിൾ അതിന് കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ്. ഇനി അടുത്ത ഈ മോഡ് 4 മോഡ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ മോഡ് 0യിൽ ഇത് എന്തായിട്ട് ആക്ട് ചെയ്യുന്ന പറഞ്ഞു, 13-bit ടൈമർ ആയിട്ട് ആക്ട് ചെയ്യുന്ന പറഞ്ഞു. ബോത്ത് ടൈമർ 0 ആൻഡ് ടൈമർ 1 13-bit ടൈമർ ആയിട്ട് നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റും മോഡ് 0യിലാണെങ്കിൽ. അപ്പൊ THX എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹയർ ഓർഡർ, എക്സ് എന്ന് പറഞ്ഞാൽ X can be 0 or 1, അതായത് ടൈമർ 0 ടൈമർ 1 വരാം. അതുകൊണ്ട് ഞാൻ HX എന്ന് എഴുതി. മോഡ് 0യിൽ നമുക്ക് കൗണ്ട് ചെയ്യേണ്ട നമ്പറിന്റെ 13-bitന്റെ 8 ബിറ്റും THX-ലായിരിക്കും. ബാക്കി 5 ബിറ്റ് TL ലോവർ ഓർഡറിൽ വരത്തുള്ളൂ. അപ്പൊ ചിലപ്പോൾ ചോദിക്കാം എത്ര ബിറ്റ് TL ഉണ്ടാവും ഇൻ മോഡ് 0യിൽ 5 ബിറ്റ്. ഇനി അപ്പൊ മോഡ് 0 നമ്മൾക്ക് യൂസ് ചെയ്യുന്നത് 8051നെ നമ്മൾ ലോവർ ഓർഡർ ഫാമിലി ആയിട്ട് ഇന്റർഫേസ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന മോഡ് 0 കോൺഫിഗറേഷൻ ആണ്. ഇനി മോഡ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എത്രയായിരുന്നു, 16-bit ടൈമർ ആയിരുന്നു. അപ്പോ TLX-ൽ 8 ബിറ്റ് THX-ൽ 8 ബിറ്റ് ആയിരിക്കും. അതായത് നമ്മൾ കൊടുക്കുന്ന കൗണ്ട് അത് കൊടുക്കുന്ന നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പൊ 00 to FF വരെ 000 to FFF വരെ കൗണ്ട് ചെയ്യുമ്പോൾ ആ വാല്യൂ സ്റ്റോർ ചെയ്യുന്ന സ്ഥലമായിരിക്കും. ആദ്യത്തെ 0000 TLX-ലും THX-ലും, അടുത്ത 000001 അടുത്ത ഇതിനകത്ത് അങ്ങനെ ലോഡ് ചെയ്യുന്ന സ്ഥലം, അതാണ് രജിസ്റ്റർ എന്ന് പറയുന്നത്. ഇനി അടുത്ത മോഡ് 2 ആകുമ്പോഴത്തേക്ക് എന്താ ഓട്ടോ റീലോഡ് മോഡ് എന്ന് പറയും. ഓട്ടോ റീലോഡ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു 8-bit മോഡ് ആണ്. അപ്പൊ ഇവിടെ TLX-ൽ നമുക്ക് കൗണ്ട് ചെയ്യുന്ന ഓരോ നമ്പറും TLX-ലാണ് വരുന്നത്. ഇനി അതൊരു കൗണ്ട് ചെയ്ത് തീർന്ന് ഒരു പർട്ടിക്കുലർ കൗണ്ട് തീർന്നു കഴിഞ്ഞാൽ വീണ്ടും സ്റ്റാർട്ടിങ് എവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള വാല്യൂ സ്റ്റോർ ചെയ്യുന്നത് THX-ലായിരിക്കും. അപ്പൊ ഓവർഫ്ലോ ഫ്ലാഗ് അല്ലെങ്കിൽ ടൈമർ ഫ്ലാഗ് ഒന്ന് റോൾ ഓഫ് ചെയ്ത് ഹൈ കാണിച്ചു കഴിഞ്ഞാൽ, അതായത് ഒരു റൗണ്ട് തീർന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ട നമ്പർ എവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കും, THX-ൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കും. അതാണ് ഓട്ടോ റീലോഡ് മോഡ്. ഈ മോഡ് 3നെ നമ്മൾ പറഞ്ഞതാണ് സ്പ്ലിറ്റ് ടൈമർ മോഡ്. ഇതിൽ മോഡ് 3യിൽ ടൈമർ 1 വർക്ക് ചെയ്യില്ല, ടൈമർ 0 മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. ഈ കേസിൽ രണ്ട് സെപ്പറേറ്റ് 8-bit ടൈമേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യും. അതാണ് മോഡ് 3 അല്ലെങ്കിൽ സ്പ്ലിറ്റ് ടൈമർ മോഡ് എന്ന് പറയുന്നത്. അടുത്തത് നിങ്ങൾ ആ 8051 ഇന്ററപ്റ്റ്സ് നോക്കിയാൽ മതി. ഇന്ററപ്റ്റ്സിന്റെ അഡ്രസ് ഇമ്പോർട്ടന്റ് ആണ്. എക്സ്റ്റേണൽ ഇന്ററപ്റ്റ് 0, അതിന്റെ അഡ്രസ് 003. അടുത്ത ഹയർ ഓർഡർ പ്രയോറിറ്റി ഏതായിരുന്നു, ടൈമർ 0, അപ്പൊ 00B. ഇനി അടുത്ത ഒരു എക്സ്റ്റേണൽ ഇന്ററപ്റ്റ് 1, അപ്പൊ അവിടെ ഒരു 1 കൊടുക്കുക. 13 അടുത്ത ടൈമർ ആണ്. അടുത്ത ഹയർ പ്രയോറിറ്റി ആണ് ടൈമർ 1 001B. സീരിയൽ പോർട്ടിന്റെ 0023. ഇത് ഇമ്പോർട്ടന്റ് ആണ് അഡ്രസ്. കാരണം ഇതിനെല്ലാം അഡ്രസ് ഉള്ളതിനെ നമ്മൾ എന്തെന്ന് പറയുന്നത് വെക്റ്റഡ് ഇന്ററപ്റ്റ് എന്ന് പറയും. ഇനി റീസെറ്റിന്റെ അഡ്രസ് എന്ന് പറഞ്ഞാൽ 0000 ആണ്. അതുകൊണ്ടാണ് നമ്മൾ റീസെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ പ്രോഗ്രാം കൗണ്ടർ എവിടെ പോയി നിൽക്കുന്നത്, 0x000ൽ പോയി നിൽക്കുന്നത്, വിച്ച് ഇസ് എ നോൺ മാസ്കബിൾ ഇന്ററപ്റ്റ്. അതുകൊണ്ടാണ് അതിന് ഹയസ്റ്റ് പ്രയോറിറ്റി ഇഫ് യു ആർ കൺസിഡറിങ് റീസെറ്റും കൂടി നമ്മൾ കൺസിഡർ ചെയ്താൽ ഹയർ പ്രയോറിറ്റി ഉള്ള ഇന്ററപ്റ്റ് അപ്പൊ റീസെറ്റ് ആയിരിക്കും. അപ്പൊ റീസെറ്റ് പിൻ എന്ന് പറഞ്ഞാൽ പിൻ നമ്പർ 9 ആണ് നമ്മുടെ ഇതിനകത്തെ
പിൻ കോൺഫിഗറേഷൻ എടുക്കുമ്പോൾ. ഇനി അതുപോലെ നമുക്കിനി ഇന്ററപ്റ്റുകളെ പറ്റി പറയുമ്പോൾ അപ്പം ഇത് 5 ഇന്ററപ്റ്റ് ഉണ്ടെന്ന് അറിയാം. ഈ ഇന്ററപ്റ്റുകളെ നമുക്ക് ഇൻഡിവിജ്വലി ഇനേബിളും ഡിസേബിളും ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ അതിനെ സഹായിക്കുന്ന രജിസ്റ്റർ ആണ് ഇന്ററപ്റ്റ് ഇനേബിൾ രജിസ്റ്റർ. അപ്പൊ ഇന്ററപ്റ്റ് ഇനേബിൾ രജിസ്റ്ററിനകത്ത് ഇതാണ് ഇന്ററപ്റ്റ് ഇനേബിൾ രജിസ്റ്റർ. അപ്പം EX0, ET0, EX1, ET1, ES, EA. അപ്പം EX0 എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഇന്ററപ്റ്റിനെ external interrupt 0 enable bit, external timer interrupt 0, external enable external interrupt 0 e എന്ന് പറഞ്ഞാൽ enable കാണിക്കാൻ വേണ്ടി എഴുതിയിരിക്കുന്നത്. അടുത്ത timer 0 enable bit, timer 1 ന്റെ enable bit, external interrupt ന്റെ EX1 enable bit, ET1 external timer 1 ന്റെ enable bit, ES serial port ന്റെ enable bit, and ഏറ്റവും ലാസ്റ്റ് ഒരു EA എന്ന് പറഞ്ഞൊരു പിൻ ഉണ്ട്. അതായത് enable all, അതായത് ഗ്ലോബൽ enable or disable ബിറ്റ് ആണ് അത്. അപ്പൊ നമുക്ക് ഏത് ഇന്ററപ്റ്റ് വേണമെങ്കിലും നമുക്ക് ഇനേബിൾ ഏതൊരെണ്ണം ഇന്ററപ്റ്റ് ഇനേബിൾ ചെയ്യണമെങ്കിലും നമ്മുടെ EA ബിറ്റിന്റെ വാല്യൂ എന്തായിരിക്കണം? ഹൈ ആയിരിക്കണം. EA equal to 0 കൊടുത്തിട്ട് ബാക്കി ഏത് ഡിസേബിൾ ഓളും ആയിരിക്കും. അപ്പോൾ നമുക്കിപ്പോ ഒരു എക്സ്റ്റേണൽ ടൈമർ ഇന്ററപ്റ്റ് 0 എനിക്ക് ഇനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ EA ബിറ്റും 1 ആയിരിക്കണം, EX0യും 1 ആയിരിക്കണം. ഇനി അടുത്ത ഇന്ററപ്റ്റ് പ്രയോറിറ്റി റേസ്. നമുക്കിപ്പോ ഓൾറെഡി നമ്മളൊരു ഡിഫോൾട്ട് ആയിട്ടുള്ള ഒരു പ്രയോറിറ്റി കണ്ടു. എക്സ്റ്റേണൽ ഇന്ററപ്റ്റ് 0, അത് കഴിഞ്ഞാൽ ടൈമർ ഇന്ററപ്റ്റ് 0, ദെൻ എക്സ്റ്റേണൽ ഇന്ററപ്റ്റ് 1, ദെൻ ടൈമർ ഇന്ററപ്റ്റ് 1. ഇതായിരുന്നു നമ്മൾ പ്രയോറിറ്റി ഓർഡർ കണ്ടത്. ഇനി ഈ പ്രയോറിറ്റി ഓർഡറിന് ഡിഫറെന്റ് ആയിട്ട് നമുക്കിടതായ ഒരു പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതിനകത്തെ ഇന്ററപ്റ്റ് പ്രയോറിറ്റി രജിസ്റ്ററിൽ വാല്യൂ കൊടുക്കുക. അപ്പൊ PX0 എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഇന്ററപ്റ്റ് 0, അടുത്ത് PT0. അപ്പൊ ഞാൻ PT0ക്ക് 1 കൊടുത്തു കഴിഞ്ഞാൽ ആ സാധാരണയുള്ള ഓർഡർ മാറിയിട്ട് PT0 ഇന്ററപ്റ്റ് ആയിരിക്കും ആദ്യം ഹാൻഡിൽ ചെയ്യുന്നത്. അതായത് പ്രയോറിറ്റി നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അടുത്തത് നമ്മൾ TCON രജിസ്റ്റർ പറഞ്ഞല്ലോ. ഈ TCON രജിസ്റ്ററിന്റെ ലോവർ ഓർഡർ ബിറ്റ് ഇന്ററപ്റ്റ്, TCON രജിസ്റ്ററിലെ ഹയർ ഓർഡർ ബിറ്റ് ടൈമറിന് വേണ്ടിയിട്ടുള്ള നമ്മൾ പറഞ്ഞു. ടൈമർ 1, ടൈമർ ഫ്ലാഗ് ഒക്കെ പറഞ്ഞു. അതിന്റെ ലോവർ ഓർഡർ 4 എന്ന് പറഞ്ഞാൽ ഇന്ററപ്റ്റിന് വേണ്ടിയിട്ടുള്ളതാ. അപ്പൊ ഒരു ഇന്ററപ്റ്റ് വരുമ്പോൾ അതിനെ നമുക്ക് രണ്ട് രീതിയിൽ, അതായത് ഒരു ക്ലോക്കിന്റെ 2 രീതിയിൽ നമ്മുടെ പ്രോസസ്സറിനെ സെൻസ് ചെയ്യാൻ പറ്റും. ഒന്ന് ലെവൽ ട്രിഗേർഡ് ആയിട്ടും അടുത്തത് എഡ്ജ് ട്രിഗേർഡ് ആയിട്ടും. ഒരു ഇന്ററപ്റ്റ് വരുമ്പോൾ അതിന്റെ എഡ്ജ് ട്രിഗർ ചെയ്യണം. എഡ്ജിൽ വരുമ്പോഴാണ്, ട്രാൻസിഷൻ വരുമ്പോഴാണ് ആ ഇന്ററപ്റ്റ് ഹാൻഡിൽ ചെയ്യുക അല്ലെങ്കിൽ റെക്കഗ്നൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ IT0, അതായത് IT0യുടെ വാല്യൂ എന്തായിരിക്കണം? 0 ആണെങ്കിൽ അത് ലെവൽ ട്രിഗേർഡ് ആയിരിക്കും. IT0 1 ആണെങ്കിൽ അത് എഡ്ജ് ട്രിഗേർഡ് ആയിരിക്കും. നമുക്ക് പുറമേക്ക് 2 പിൻ ഉണ്ട്, INT0യും INT1ഉം ഉണ്ട്. അപ്പൊ നമ്മൾ INT0 equal to 0 കൊടുത്താൽ അത് ലെവൽ ട്രിഗേർഡ് ആയിരിക്കും. അതായത് പ്രോസസ്സർ അല്ലെങ്കിൽ നമ്മുടെ കൺട്രോളർ റെസ്പോണ്ട് ചെയ്യുന്നത് ലെവൽ ട്രിഗറിങ്ങിനെ ആയിരിക്കും. മറ്റേതാണെങ്കിൽ എഡ്ജ് ട്രിഗറിങ്ങിനെ ആയിരിക്കും. അപ്പൊ ഇനി അടുത്തത് IE0 എന്ന് പറഞ്ഞാൽ ഫ്ലാഗ് ആണ്. അതായത് നമ്മൾ ടൈമർ ഇന്ററപ്റ്റ് 0യുടെ ഫ്ലാഗ് ആണ് IE0 എന്ന് പറയുന്നത്. അപ്പോൾ ഈ IT0 അല്ലെങ്കിൽ ഇന്ററപ്റ്റ് നമ്മുടെ എക്സ്റ്റേണൽ പിന്നിൽ നമ്മൾ 0യോ 1 കൊടുക്കും. അപ്പൊ ലെവൽ ട്രിഗേർഡോ എഡ്ജ് ട്രിഗേർഡ് ഡിറ്റക്ട് ചെയ്യും. അപ്പൊ ആ ഡിറ്റക്ട് ചെയ്യുന്ന സമയത്ത് ഇന്ററപ്റ്റ് ഡിറ്റക്ട് ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് IE0 equal to 1 ആവും. അത് ഫ്ലാഗ് ആണ്. അപ്പൊ ഈ ലെവൽ ട്രിഗറിങ് എഡ്ജ് ട്രിഗറിങ് കൺട്രോൾ ചെയ്യുന്നത് ഈ ITX എന്ന് കൊടുത്തിരിക്കും. ITX എന്ന് പറയുമ്പോൾ IT0 ആവാം, IT1 ആവാം. അപ്പൊ ആ ലെവൽ ആണോ എഡ്ജ് ട്രിഗേർഡ് ആണോ ഐഡന്റിഫൈ ചെയ്യുന്ന ഇത് ഏതാന്ന് ചോദിക്കാം രജിസ്റ്ററിലെ, TCON രജിസ്റ്ററിലെ. അപ്പൊ IT. അടുത്തത് കുറച്ച് എന്താ പറയാ, നമ്മുടെ 8051 ഒരു ബൂളിയൻ പ്രോസസർ ആണ്. അതായത് അത് 1 ബിറ്റ് ഡേറ്റ ടൈപ്പ് അതിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, 8 ബിറ്റ് ഡേറ്റ ടൈപ്പ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് ബൂളിയൻ പ്രോസസർ എന്ന് പറയാം. ഏകദേശം 111 ഇൻസ്ട്രക്ഷൻ ആണ് ടോട്ടലി ഉള്ളത്. അതുപോലെ 8051 മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷനും ഡിവിഷൻ ഓപ്പറേഷനും 4T അല്ലെങ്കിൽ 4 മെഷീൻ സൈക്കിൾസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ കുറച്ചെണ്ണത്തിന്റെ ഞാൻ എഴുതിയിട്ടിരിക്കുകയാണ്. അഡീഷന് വേണ്ടിയിട്ട് 1 ക്ലോക്ക് സൈക്കിള്, മൂവ് ഓപ്പറേഷൻ വരുമ്പോഴത്തേക്ക് 1 മെഷീൻ സൈക്കിള്, ഡിക്രിമെന്റ് R3 വരുമ്പോഴത്തേക്ക് 1 മെഷീൻ സൈക്കിള്, DJNZ ആണെങ്കിൽ 2 മെഷീൻ സൈക്കിള്, എൽ ജമ്പ് എന്ന് പറഞ്ഞാൽ ലോങ് ജമ്പ് 2 മെഷീൻ സൈക്കിള്, ഷോർട്ട് ജമ്പ് 2 മെഷീൻ സൈക്കിള്, നോപ്പ് 1 മെഷീൻ സൈക്കിള്, മൾട്ടിപ്ലിക്കേഷൻ 4 മെഷീൻ സൈക്കിള്, ഡിവിഷൻ 4 മെഷീൻ സൈക്കിള്. ഇനി നിങ്ങൾ ഇൻസ്ട്രക്ഷൻ സെറ്റ് എന്തെങ്കിലും അറിയാവോ? ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പ് ഇൻസ്ട്രക്ഷൻ സെറ്റ് എടുക്കാം. ഇനി മോഡ്സ് ഓഫ് അഡ്രസ്സിംഗ് മോഡ്സ് ഓഫ് 8051. ബേസിക്കലി 6 അഡ്രസ്സിംഗ് മോഡ് ഉണ്ട്. ഇമീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ്,
ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്, രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ്, രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്, ഇംപ്ലൈഡ് അഡ്രസ്സിംഗ് മോഡ് ആൻഡ് റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡ്. ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഇമ്മീഡിയറ്റ് ആയിട്ട് ഡേറ്റ അതിന്റെ ഓപ്പറന്റിൽ ഒരെണ്ണം ഡേറ്റ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഇൻസ്ട്രക്ഷനിൽ തരുവാണെങ്കിൽ അത് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ്. ആ ഡയറക്റ്റ് ഡേറ്റയെ കാണിക്കുന്നത് ഹാഷ് എന്ന് ഇട്ട് എടുക്കുകയാണെങ്കിൽ അത് ഉറപ്പാണ് അത് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ് ആയിരിക്കും. അപ്പൊ മൂവ് എ കോമ ഹാഷ് 6CH എന്ന് പറഞ്ഞാൽ 6C എന്ന് പറഞ്ഞ ഡേറ്റ ആയിരിക്കും എയിലേക്ക് മൂവ് ചെയ്യുന്നത്. അതുപോലെ മൂവ് DPTR കോമ ഹാഷ് 010 എന്ന് പറഞ്ഞാൽ 0100 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും DPTRലേക്ക് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് ഹാഷ് കിടക്കുന്ന എല്ലാം ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ് ആണ്. എന്നാൽ 8086 ഹാഷ് ഒന്നുമില്ല. അപ്പൊ മൂവ് എ കോമ 0004 എന്ന് കണ്ടു കഴിഞ്ഞാൽ അതായിരിക്കും അവിടുത്തെ എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ്. 8086 അവിടെ ഹാഷ് ഇല്ല. ഇനി ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്. ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ ഡയറക്റ്റ് ആയിട്ട് ആ ഡേറ്റ കിടക്കുന്ന അഡ്രസ് അതിന്റെ ആ ഹെക്സാഡെസിമൽ അഡ്രസ് ഇറ്റ്സെൽഫ് തരും. മൂവ് എ കോമ 07H ഈ രീതിയിലാണ് 8086 കിടക്കുന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കും അവിടെ ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ് ആയിരിക്കും. പക്ഷെ ഇവിടെ മൂവ് എ കോമ 07H എന്ന് പറഞ്ഞാൽ ഇത് ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് ആണ്. 07 എന്ന് പറയുന്ന റാം അഡ്രസ്സിൽ നിന്ന് ഉള്ള ഡേറ്റ എയിലേക്ക് കോപ്പി ചെയ്യുന്നു. രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുമ്പോഴത്തേക്ക് രജിസ്റ്റേഴ്സ് ഡയറക്റ്റ് ആയിട്ട് രണ്ട് ഓപ്പറൻസും രജിസ്റ്റേഴ്സ് ആയിരിക്കും. അപ്പൊ മൂവ് R2, A അല്ലെങ്കിൽ മൂവ് R3, A അല്ലെങ്കിൽ മൂവ് R1, R2 എന്നൊക്കെ പറഞ്ഞാൽ രജിസ്റ്ററിന്റെ നെയിം ഇറ്റ് സെൽഫ് ആയിരിക്കും തരുന്നത്. അപ്പൊ R1 അല്ലെങ്കിൽ എയിലെ കണ്ടന്റ് R2 മൂവ് ചെയ്യും. അതാണ് രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ്. ഇനി രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് അതിനകത്ത് അറ്റ് ദ റേറ്റ് എന്ന് കാണും. ഇതിനകത്ത് ഇൻസ്ട്രക്ഷനകത്ത് അറ്റ് ദ റേറ്റ് കാണും. അതായത് അവിടെ ഇപ്പൊ മൂവ് എ കോമ അറ്റ് R0 വിച്ച് ഈസ് എ രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്. R0യുടെ ഉള്ളിൽ എന്തുണ്ടാവും? ഒരു അഡ്രസ് ഉണ്ടാവും. ആ അഡ്രസ്സിനകത്തെ ഡേറ്റ ആയിരിക്കും എവിടേക്ക് മൂവ് ചെയ്യുന്നത്? എയിലേക്ക് മൂവ് ചെയ്യുന്നത്. അടുത്ത ഇംപ്ലൈഡ് അഡ്രസ്സിംഗ് മോഡ് അവിടെ രണ്ട് ഓപ്പറൻസ് കാണത്തില്ല. ആ ഇൻസ്ട്രക്ഷൻ ഇറ്റ്സെൽഫ് സ്പെസിഫൈസ് വാട്ട് ടു ഡു. ഇപ്പൊ CPLC എന്ന് പറഞ്ഞാൽ അതിന്റെ കൂടെ ഒരു ഓപ്പറന്റും കൂടെ കാണത്തില്ല. CPLC എന്ന് വെച്ചാൽ കോംപ്ലിമെന്റ് C. അപ്പൊ വേറെ ഓപ്പറന്റ് ഒന്നും കാണത്തില്ല. ആ ഒറ്റ ഇതിൽ അത് തീരും. വേറെ ഓപ്പറൻസ് ഉണ്ടാവത്തില്ല. A, B അങ്ങനെ ഒന്നും കാണത്തില്ല. അടുത്ത റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓഫ്സെറ്റ് ഉള്ളത് അല്ലെങ്കിൽ ബ്രാഞ്ചിങ് വരുന്ന ഇൻസ്ട്രക്ഷൻസ് ആണ് നമ്മൾ റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡ്. JC ഓഫ്സെറ്റ് എന്ന് പറഞ്ഞാൽ ജമ്പ് ക്യാരി ടു ദ ഓഫ്സെറ്റ്. ജമ്പ് ക്യാരി എന്ന് പറഞ്ഞാൽ ക്യാരി ഫ്ലാഗിന്റെ വാല്യൂ 1 ആണെങ്കിൽ ഒരു പർട്ടിക്കുലർ അഡ്രസ്സിലേക്ക് ജമ്പ് ചെയ്യണം. അപ്പൊ ആ അഡ്രസ് ഏതാന്ന് അറിയണമെങ്കിൽ ഈ ഓഫ്സെറ്റ് വാല്യൂ നമ്മുടെ പ്രോഗ്രാം കൗണ്ടറിലോട്ട് ആഡ് ചെയ്യുമ്പോൾ എവിടേക്കാ ചാടണ്ടേ എന്നുള്ള വാല്യൂ കിട്ടും. ജമ്പ് ചെയ്ത് പോകണ്ടേ. അപ്പം ഡേറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ അതിന് ഇൻസ്ട്രക്ഷനെ പലതായിട്ട് ക്ലാസ് വരുന്നുണ്ട്. ഡേറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ, അരിത്തമെറ്റിക് ഇൻസ്ട്രക്ഷൻ, ലോജിക്കല്, ബ്രാഞ്ചിങ്, ബൂളിയൻ ഇൻസ്ട്രക്ഷൻ. ഡേറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ നമ്മൾ ഈ പറഞ്ഞ മൂവിന്റെ തന്നെ പല കോമ്പിനേഷൻസ് നിങ്ങൾ നോക്കിയാൽ മതി. മൂവ് എ കോമ RN, മൂവ് എ കോമ ഡയറക്റ്റ് ആയിട്ട് ആ അഡ്രസ് ആയിരിക്കും തരുന്നത്. അതുപോലെ മൂവ് എ കോമ @RI അത് രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്. അപ്പൊ മൂവ് ഇൻസ്ട്രക്ഷൻസ് എല്ലാം ഡേറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ് ആണ്. അപ്പൊ ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി, എല്ലാം കിട്ടും നിങ്ങൾക്ക്. ഇനി ഡിഫറെന്റ് ആയിട്ട് ഇതെല്ലാം ഡേറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ് ആണ്. മൂവ് DPTR മൂവ് @RI, #data എന്ന് പറഞ്ഞാൽ ആ ഡേറ്റ വാല്യൂ ഡയറക്റ്റ് ആയിട്ട് RI മീൻസ് R0 to R7 വരെ വരാം. അത് ഏതാണെന്ന് ഡീഫോൾട്ട് ആയിട്ട് കിടക്കുന്ന ഏതാണ് നമുക്ക് R0 എങ്കിൽ R0 കൊടുക്കാം, R1 എങ്കിൽ R1 കൊടുക്കാം. അപ്പൊ അതിലേക്ക് എന്ത് കോപ്പി ചെയ്യുന്നു? അതിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന അഡ്രസ്സിലേക്ക് നമ്മുടെ ഡേറ്റ കോപ്പി ചെയ്യും. ഇനി മൂവ് DPTR, ഈ SFR എന്നൊക്കെ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ട്. സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റർ അല്ലെങ്കിൽ ഇന്റേണൽ ആണെന്ന് ഓർത്തോണം. SFR എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവിടുത്തെ മൂവ് DPTR, ഹാഷ് ആണ്. DPTRലേക്ക് ഡയറക്റ്റ് ആയിട്ട് 16 ബിറ്റ് ഡേറ്റ ആയിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് 8 ബിറ്റ് ആണെങ്കിൽ അത് DPH എന്നോ DPL എന്നോ ഉപയോഗിക്കേണ്ടി വരും. ഇനി മൂവ് CA, @A+DPTR എന്ന് പറഞ്ഞാൽ A+DPTRലെ കണ്ടന്റ് എടുക്കുന്നു, അത് ആഡ് ചെയ്തിട്ട് ആ ആഡ് ചെയ്ത കണ്ടന്റിലുള്ള ഡേറ്റ ആയിരിക്കും എവിടേക്ക് മൂവ് ചെയ്യുന്നത്? എയിലേക്ക് മൂവ് ചെയ്യുന്നത്. അതായത് A+DPTR എന്ന് പറഞ്ഞ് കിട്ടുന്ന എന്തായിരിക്കും? ഒരു അഡ്രസ് ആയിരിക്കും. ആ അഡ്രസ്സിൽ കിടക്കുന്ന ഡേറ്റ ആയിരിക്കും എയിലേക്ക് മൂവ് ചെയ്യുന്നത്. അവിടെ മൂവ് C എന്ന് കൊടുത്തിരിക്കുന്നത് അവിടെ കോഡ് മെമ്മറിയിൽ നിന്നുള്ള ഡേറ്റ ആയിരിക്കും മൂവ് ചെയ്യുന്നത്. അത് കോഡ് മെമ്മറി പറഞ്ഞാൽ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് എന്താ നമുക്ക് ഡേറ്റ മെമ്മറിയും വരാം, കോഡ് മെമ്മറിയും വരാം. അപ്പൊ കോഡ് മെമ്മറി എന്നുള്ള ഡേറ്റ ആണെന്നുണ്ടെങ്കിൽ എന്ത് വഴിയാ അവിടെ മൂവ് C എന്ന് കൊടുക്കും. കോഡ് മെമ്മറി എക്സ്റ്റേണൽ റാമും എക്സ്റ്റേണൽ റോമും കൊടുക്കാം എന്ന് പറഞ്ഞില്ലേ. അപ്പം കോഡ് മെമ്മറി എക്സ്റ്റേണൽ റോം മെമ്മറിയിൽ നിന്നാണ് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ മൂവ് C എന്ന് കൊടുക്കുക. ഇനി അടുത്ത് തന്നെ അതുപോലെ മൂവ് CA, A+PC. അപ്പൊ പ്രോഗ്രാം കൗണ്ടറിലെ വാല്യൂ എറേസറിലെ വാല്യൂ കൂടെ ആഡ് ചെയ്യുക. അപ്പൊ കിട്ടുന്ന കോഡ് മെമ്മറിയിലെ ഡേറ്റ എടുത്ത് എവിടേക്ക് കൊടുക്കുന്നു? A രജിസ്റ്ററിലേക്ക് കൊടുക്കുന്നു. ഇനി നമ്മൾ എക്സ്റ്റേണൽ റാം മെമ്മറിയിൽ നിന്നാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് മൂവ് X എന്നായിരിക്കും. മറ്റേത് മൂവ് C വരുമ്പം എക്സ്റ്റേണൽ കോഡ് മെമ്മറി ആയിരിക്കും. മൂവ് X എന്ന് പറയുമ്പോൾ എക്സ്റ്റേണൽ റാം മെമ്മറി ആയിരിക്കും. അപ്പൊ മൂവ് X A, @RI എന്ന് പറഞ്ഞാൽ RIയിൽ ഒരു എന്ത് കിടപ്പുണ്ട്? ഒരു അഡ്രസ് കിടപ്പുണ്ട്. അത് എക്സ്റ്റേണൽ ഡേറ്റ മെമ്മറിയുടെ അഡ്രസ് ആയിരിക്കും. ആ മെമ്മറിയിൽ നിന്നുള്ള വാല്യൂ എവിടേക്ക് കോപ്പി ചെയ്തു? എയിലേക്ക് കോപ്പി ചെയ്യുന്നു. അപ്പൊ ഈ RI ഈ
ഇൻസ്ട്രക്ഷൻ വരുമ്പോൾ മൂവ് എക്സ് എ കോമ അറ്റ് ആർ ഐ ഇൻസ്ട്രക്ഷൻ വരുമ്പോൾ ആർഐയുടെ വാല്യൂ R0 അല്ലെങ്കിൽ R1 ആയിരിക്കും. R0 or R1 ആയിരിക്കും. അത് മറക്കരുത്. എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. R0 എക്സ്റ്റേണൽ ഡേറ്റ മെമ്മറിയിൽ നിന്ന് എക്സ്റ്റേണൽ റാം മെമ്മറിയിൽ നിന്ന് എക്സ്റ്റേണൽ റാം മെമ്മറിനെ പോയിന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന രജിസ്റ്റർ ഏതാണ്? ഈ ബാങ്ക് രജിസ്റ്റർ ഏതാണ്? R0യും R1. അടുത്ത മൂവ് എക്സ് എ കോമ അറ്റ് DPTR. ഇതുപോലെ തന്നെ എക്സ്റ്റേണൽ റാം മെമ്മറി 16 ബിറ്റ് അഡ്രസ് ഉള്ള എക്സ്റ്റേണൽ റാം മെമ്മറി ആണെങ്കിൽ അവിടുത്തെ ഡേറ്റനെ പോയിന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ DPTR ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ DPTRൽ അഡ്രസ് ഉണ്ട്. ആ അഡ്രസ്സിലെ ഡേറ്റ എയിലേക്ക് കോപ്പി ചെയ്യും. ഓക്കെ. അതുപോലെ തന്നെ മൂവ് എക്സ് അറ്റ് ആർ ഐ കോമ തിരിച്ചുള്ളത് എയിൽ നിന്ന് എക്സ്റ്റേണൽ മെമ്മറിയിലേക്ക് 8 ബിറ്റ് ഉള്ള എക്സ്റ്റേണൽ മെമ്മറിയിലേക്ക് കോപ്പി ചെയ്യുന്നു. ഇനി പുഷ് എന്ന് പറഞ്ഞാൽ ഒരു ഡേറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ ആണ്. പുഷ് ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ പുഷ് ഒരു അഡ്രസ് ആയിരുന്നു. അപ്പൊ ആ അഡ്രസ്സിൽ കിടക്കുന്ന ഡേറ്റ എവിടേക്ക് കൊണ്ട് എഴുതണം? നമുക്ക് സ്റ്റാക്കിൽ എഴുതണം. അപ്പൊ സ്റ്റാക്കിന്റെ അഡ്രസ് എവിടെയുണ്ട്? സ്റ്റാക്ക് പോയിന്ററിലുണ്ട്. അപ്പൊ ഇത് ചെയ്യുന്നതിന് മുമ്പ് ആദ്യമേ ചെയ്യുന്നത് പറഞ്ഞാൽ സ്റ്റാക്ക് പോയിന്ററിന്റെ വാല്യൂ +1 ഇൻക്രിമെന്റ് ചെയ്യും. എന്നിട്ടാണ് ഈ വാല്യൂ ഈ ഡയറക്റ്റിൽ കിടക്കുന്ന ഈ ഡയറക്റ്റ് എന്ന് പറയുന്ന അഡ്രസ്സിൽ കിടക്കുന്ന ഡേറ്റനെ എവിടേക്ക് കോപ്പി ചെയ്യുന്നത്? സ്റ്റാക്ക് ആ അഡ്രസ്സിലേക്ക് കോപ്പി ചെയ്യുന്നത്. അപ്പൊ SP ആദ്യം എന്ത് വേണം? SP +1 ആവും. ദെൻ ആണ് ഈ ഡേറ്റ അങ്ങോട്ട് കോപ്പി ചെയ്യുന്നത്. ഇന്നത്തെ പോപ്പ് എന്ന് പറയുമ്പോൾ പോപ്പ് ഡയറക്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇതിന്റെ റിവേഴ്സ് പ്രോസസ്. ആദ്യമേ ഡേറ്റ ഇങ്ങോട്ട് എടുക്കുന്നു, ഡയറക്റ്റ് അത് തന്നിരിക്കുന്ന രജിസ്റ്ററിലേക്ക് കോപ്പി ചെയ്യുന്നു, അത് കഴിഞ്ഞ് സ്റ്റാക്ക് പോയിന്റർ ഡിക്രിമെന്റ് ചെയ്യുന്നു. അതുപോലെ അടുത്ത ഡേറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ ആണ് XCH എന്ന് വെച്ചാൽ എക്സ്ചേഞ്ച് A, RN. RNും Aയും കൂടെ ഡേറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നു? സ്വാപ്പ് ചെയ്യുന്നു. RNലെ ഡേറ്റ Aയിലും വരും, Aയിലെ ഡേറ്റ RNലും വരും. അടുത്തത് XCH A, at RI. അപ്പോ XCH A, at RI എന്ന് പറയുമ്പോഴത്തേക്ക് RI എന്ന് പറയുന്ന അഡ്രസ്സിൽ കിടക്കുന്ന ഡേറ്റയും Aയും കൂടെ എന്ത് ചെയ്യുന്നു? അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച്. അടുത്ത XCHD എന്ന് പറഞ്ഞാൽ അവിടെ അതിന്റെ ലോവർ നിബിൾ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? എക്സ്ചേഞ്ച് ചെയ്യത്തുള്ളൂ. അപ്പൊ എയിൽ കിടക്കുന്ന ഡേറ്റയും RIയിലുള്ള അഡ്രസ്സിലെ ഡേറ്റയും തമ്മിൽ അതിന്റെ ലോവർ ഓർഡർ 4 ബിറ്റുകൾ എന്ത് ചെയ്യും? തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നു. അടുത്ത അരിത്തമെറ്റിക് ഇൻസ്ട്രക്ഷൻ വരുമ്പോൾ നമ്മുടെ ആഡ്, സബ്ട്രാക്ട് ഒക്കെ വരുന്നതാണ്. അപ്പൊ ആഡ് ആൻഡ് സബ്ട്രാക്ട് ഇൻസ്ട്രക്ഷൻ വരുമ്പോൾ എല്ലായിടും ഒരു രജിസ്റ്റർ എന്തായിരിക്കും? A രജിസ്റ്റർ ആയിരിക്കും. അത് മറക്കണ്ട. അപ്പൊ ADD A, RN, ADD A, ഡയറക്റ്റ്, ADD A, ഡയറക്റ്റ് എന്ന് വെച്ചാൽ ഡയറക്റ്റ് അഡ്രസ് വരുന്നു. അതെല്ലാം നമ്മൾ ആഡ് ചെയ്യുന്ന അർത്ഥം. ഈ ആഡ് C എന്ന് പറഞ്ഞാൽ നമുക്ക് വിത്ത് ക്യാരിയിലെ ഡേറ്റ പ്ലസ് തന്നിരിക്കുന്ന എല്ലാം കൂടെ ആഡ് ചെയ്യപ്പെടുന്നതാണ് ആഡ് C ഇൻസ്ട്രക്ഷൻ. അത് ആഡ് C A, RN എന്ന് പറയുമ്പോൾ A പ്ലസ് ക്യാരി ഫ്ലാഗിലെ കണ്ടന്റ് പ്ലസ് RN ആയിരിക്കും. ഇത് ഇത്രയും കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും എയിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. ആഡ് C A, ഡയറക്റ്റ്. ആഡ് C A, ഡയറക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എയിലെ വാല്യൂ ഡയറക്റ്റ് തന്നിരിക്കുന്ന ഡയറക്റ്റ് അഡ്രസ്സിലെ വാല്യൂ പ്ലസ് ക്യാരി ഫ്ലാഗും കൂടെ. അതുപോലെ തന്നെ ആഡ് സിയുടെ പല കോമ്പിനേഷൻ. അടുത്ത സബ് SUBB. നമുക്ക് ആഡ് സാറിന്റെ ക്യാരി ഇല്ലാത്ത അഡീഷൻ ഉണ്ടായിരുന്നു, ക്യാരി ഉള്ള അഡീഷൻ ഉണ്ടായിരുന്നു അല്ലെ? ആഡും ഉണ്ട്, ആഡ് സി ഉണ്ട്. പക്ഷെ സബിന് ഒരെണ്ണേ ഉള്ളൂ. അതായത് ബോറോയും കൂടെ സബ്ട്രാക്ട് ചെയ്യുന്നു. ബോറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ബോറോ സ്റ്റോർ ചെയ്തിരിക്കുന്ന ക്യാരി ഫ്ലാഗിലായിട്ടായിരിക്കും. അപ്പൊ സബ് A, RN എന്ന് പറഞ്ഞാൽ A മൈനസ് RN മൈനസ് ക്യാരി ഫ്ലാഗ്. എയിൽ നിന്ന് ക്യാരി ഫ്ലാഗിന്റെയും RNലെയും കണ്ടന്റ് രണ്ടും കൂടെ എടുത്തിട്ടായിരിക്കും ആഡ് ചെയ്യുന്നത്, സോറി സബ്ട്രാക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ സബ് ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്ത് എന്തെങ്കിലും സാധാരണ നോർമൽ സബ്ട്രാക്ഷൻ വല്ലതും ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ക്യാരി ഫ്ലാഗ് എന്ത് ചെയ്യണം? 0 ആക്കി വെക്കണം. അടുത്ത് സബ് A, ഹാഷ് ഡേറ്റ, A മൈനസ് ക്യാരി ഫ്ലാഗ് മൈനസ് ഡേറ്റ. ഇതെല്ലാം നിങ്ങൾക്ക് അറിയുന്നത് ഇതിന്റെ പല കോമ്പിനേഷൻസ്. അടുത്ത ഇൻക്രിമെന്റ് എന്ന് വെച്ചാൽ A +1 ആവും. ഇൻക്രിമെന്റ് RNന്റെ ഡേറ്റ +1 ആവും. RN മീൻസ് R0 to R7. ഇനി ഇൻക്രിമെന്റ് ഡയറക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് തന്നിരിക്കുന്ന ഡയറക്റ്റ് അഡ്രസ് ഡേറ്റ +1 ആവും. ഇൻക്രിമെന്റ് അറ്റ് RI എന്ന് പറയുമ്പോഴത്തേക്ക് R0 or R1ലെ തന്നിരിക്കുന്ന അഡ്രസ്സിലെ ഡേറ്റ +1 ഇൻക്രിമെന്റ് ആവും. അതുപോലെ ഡിക്രിമെന്റ് ഇതിന്റെ തന്നെ റിവേഴ്സ് -1 ആവുന്നത്. അടുത്ത ഇതെല്ലാം ഡിക്രിമെന്റ് കോമ്പിനേഷൻ. അടുത്ത മൾട്ടിപ്ലിക്കേഷൻ ഓഫ് A, B ആണെങ്കിൽ മൾ AB. മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുമ്പോൾ റിസൾട്ടിന്റെ ലോവർ ഓർഡർ ബൈറ്റ് A രജിസ്റ്ററിലേക്ക്, ഹയർ ഓർഡർ ബൈറ്റ് B രജിസ്റ്ററിലേക്കും പോകും. സിമിലർലി ഡിവിഷൻ ഓഫ് AB ചെയ്യുമ്പോഴത്തേക്ക് ഡിവിഷനിലെ ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന റിസൾട്ടിന്റെ കോഷ്യന്റ് എവിടേക്ക് പോകും? എയിലേക്കും റിമൈൻഡർ B രജിസ്റ്ററിലേക്കും പോകും. അടുത്ത DA എന്ന് പറഞ്ഞാൽ ഡെസിമൽ അഡ്ജസ്റ്റ് ഡെസിമൽ അഡ്ജസ്റ്റ് അക്യുമുലേറ്റർ. അതായത് അക്യുമുലേറ്ററിലുള്ള റിസൾട്ട് എന്ത് ചെയ്യുന്ന അതിനെ BCD റിസൾട്ട് ആക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടി. അതായത് ഇപ്പൊ നമുക്കൊരു ഡെസിമൽ അഡിഷൻ ചെയ്യുമ്പോൾ റിസൾട്ട് BCD അല്ല എന്നുണ്ടെങ്കിൽ അതിനെ BCD ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് DA എന്ന് കൊടുക്കാം. അങ്ങനെയാണ് നമ്മൾ സാധാരണ BCD ആക്കുന്നത്. >9 അല്ലെങ്കിൽ ക്യാരി ഫ്ലാഗോ അല്ലെങ്കിൽ ഓക്സിലറി ക്യാരി ഫ്ലാഗോ വരുമ്പോൾ എന്ത് ചെയ്യണം? അതിന്റെ കൂടെ 0 1 1 0 അതിൽ 6 ആഡ് ചെയ്യണം. അതാണ് ഇവിടെ ചെയ്യുന്നത്. അതായത് A3 to 0 ലോവർ ഓർഡർ
ബിറ്റ് ഗ്രേറ്റർ ദാൻ 9 ആണെങ്കിൽ A30 കൂടെ 06 ആഡ് ചെയ്യും. അതുപോലെ ഹയർ ഓർഡർ ബിറ്റിന്റെ കൂടെ അല്ലെങ്കിൽ ക്യാരി ഫ്ലാഗ് 1 വരെയാണ് അതിന്റെ കൂടെ 0110 ആഡ് ചെയ്യും. അതാണ് ഡെസിമൽ അഡ്ജസ്റ്റ് ആഫ്റ്റർ അഡിഷൻ. അടുത്ത ലോജിക്കൽ ഇൻസ്ട്രക്ഷൻ. ലോജിക്കൽ ഇൻസ്ട്രക്ഷൻ നമ്മുടെ ആൻഡ് ഓറും ഒക്കെ തന്നെയാണ്. മറ്റേടത്ത് 8086 പഠിപ്പിക്കുക ആൻഡ് AND ഓറ് OR അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഇവിടെ വരുമ്പോൾ ANL ORL ഒക്കെയാണ്. അപ്പം ബാക്കിയെല്ലാം പഴയ പോലെ തന്നെ തന്നിരിക്കുന്നത് രണ്ട് ഗിവൺ രജിസ്റ്ററിലെ ഡേറ്റ അല്ലെങ്കിൽ ഗിവൺ ഓപ്പറൻസിലെ ഡേറ്റ നമ്മൾ ആൻഡ് ഓപ്പറേഷൻ ചെയ്യും. ഇതെല്ലാം അതിന്റെ കോമ്പിനേഷൻസാ. അടുത്ത ഓർ വരുമ്പോൾ ORL, XOR വരുമ്പോൾ XRL. ഇനി ക്ലിയർ ചെയ്യാൻ വേണ്ടി ക്ലിയർ CLR, ഒരു അക്യുമുലേറ്റർ രജിസ്റ്റർ ക്ലിയർ ചെയ്യണമെങ്കിൽ നമുക്ക് CLR എന്ന് കൊടുക്കാം. കണ്ടന്റ് ക്ലിയർ ചെയ്തെടുക്കും. അല്ല കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ഡേറ്റ എന്ത് ചെയ്യും, കോംപ്ലിമെന്റ് ഉണ്ടാവും. 10 ആവും, 01 ആവും. മറ്റേടത്ത് എന്താ നെഗേഷൻ ആയിരുന്നു, NEG. അടുത്ത RLA റൊട്ടേറ്റ് ലെഫ്റ്റ് ആയിരുന്നു. റൊട്ടേറ്റ് ലെഫ്റ്റ് അക്യുമുലേറ്റർ. അപ്പൊ അക്യുമുലേറ്റർ ഡേറ്റ എന്ത് ചെയ്യാം, നമുക്ക് ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വരും. റൊട്ടേറ്റ് ലെഫ്റ്റ് ത്രൂ ക്യാരി. അപ്പൊ മറ്റേടത്ത് ത്രൂ ക്യാരി അല്ലെന്നുണ്ടെങ്കിലും ക്യാരി ഈ അവിടെ ക്യാരി ഫ്ലാഗിന് ഒരു റോൾ ഉണ്ടായിരുന്നു. ഈ റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോൾ റൊട്ടേറ്റ് ലെഫ്റ്റ് ആയിരുന്നു, ആ B7 എങ്ങോട്ട് വന്നു, അല്ലെങ്കിൽ അവിടെ B16 B15 വരും. ആ B15 കൂടെ ക്യാരി ഫ്ലാഗിലേക്ക് കോപ്പീഡ് ആവുമായിരുന്നു. പക്ഷെ ഇവിടെ അതില്ല. ഇനി അടുത്ത റൊട്ടേറ്റ് ലെഫ്റ്റ് ത്രൂ ക്യാരി വരുമ്പോഴത്തെ ക്യാരി വഴി വരുന്നു. അടുത്ത റൊട്ടേറ്റ് റൈറ്റ്, ഇതിന്റെ തന്നെ റൊട്ടേറ്റ് റൈറ്റ് ത്രൂ ക്യാരി. ഇനി സ്വാപ്പ് എന്ന് പറഞ്ഞാൽ എയിലെ ലോവർ ഓർഡർ ബൈറ്റും എയിലെ ഹയർ ഓർഡർ ബൈറ്റും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നു. അതിൽ നിബിൾസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നു. അടുത്ത പ്രോഗ്രാം ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻ. പ്രോഗ്രാം ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പർട്ടിക്കുലർ സബ് റൂട്ടീനിലേക്കൊക്കെ പോകണം. അപ്പൊ അങ്ങനത്തെ നമ്മൾ പ്രോഗ്രാം ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അത് പ്രോഗ്രാം കൗണ്ടർ പെട്ടെന്ന് ചാടി വേറെ ഏതെങ്കിലും സബ് റൂട്ടീൻ പ്രോഗ്രാമിലേക്ക് പോകും. അപ്പൊ അത് കണ്ടീഷണൽ ആയിട്ടുള്ളത് കൊണ്ട് അൺകണ്ടീഷണൽ ആയിട്ടുള്ള ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അപ്പൊ എ കോൾ എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് കോളിനകത്ത് 11 ബിറ്റ് അഡ്രസ്സേ തരത്തുള്ളൂ. എ കോൾ ഒരു 11 ബിറ്റ് അഡ്രസ് ആയിരിക്കും വരുന്നത്. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം, അതായത് എ കോൾ എന്ന് പറയുന്നത് കോൾ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ സബ് റൂട്ടിലേക്ക് ജമ്പ് ചെയ്ത് പോകുന്നു. തിരിച്ച് ആ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞിട്ട് റിട്ടേൺ നമ്മൾ ആ ഒരു സബ് റൂട്ടിന് റിട്ടേൺ കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് ഈ എ കോൾ ഇൻസ്ട്രക്ഷൻ കഴിഞ്ഞുള്ള നെക്സ്റ്റ് ഇൻസ്ട്രക്ഷനിലേക്ക് തിരിച്ച് വരികയും ചെയ്യും. അതുകൊണ്ട് എ കോൾ അഡ്രസ് 11 എന്ന് പറഞ്ഞാൽ അതൊരു 2 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ ആണ്. അപ്പൊ 2 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ ആകുമ്പോഴത്തേക്ക് ആദ്യം എന്ത് ചെയ്യുന്ന അറിയാമോ, അതായത് തിരിച്ചു വരണമല്ലോ. കോൾ ഇൻസ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ അതിന്റെ അറ്റത്ത് റിട്ടേൺ ഉണ്ടാവും. അത് തിരിച്ചു വരുമോ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പൊ തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ ആ തിരിച്ചു വരേണ്ട നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ഏതാണോ ആ അഡ്രസ്സ് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് ഇട്ട് വെക്കണം. എന്നാലേ പ്രോഗ്രാം കൗണ്ടറിലേക്ക് അത് പിന്നീട് തിരിച്ച് ലോഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് എവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് വെച്ചാൽ സ്റ്റാക്ക് പോയിന്റിൽ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പം PC ഈക്വൽ ടു, അപ്പൊ ഇത് എ കോൾ അഡ്രസ് 11 എന്ന് പറഞ്ഞാൽ ഒരു 2 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ ആയതുകൊണ്ട് അടുത്ത ഇൻസ്ട്രക്ഷൻ തൊട്ട് താഴത്തെ ഇൻസ്ട്രക്ഷൻ പറഞ്ഞാൽ PC+2 കിടക്കുന്നത് അല്ലെ. അപ്പൊ ആ PC+2, അപ്പൊ PC എന്ത് ചെയ്തു, PC+2 ആയിട്ട് ഇൻക്രിമെന്റ് ചെയ്തിട്ട് ആ അഡ്രസ് എവിടെ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്തു, സ്റ്റാക്കിൽ സ്റ്റോർ ചെയ്യണം. അപ്പൊ സ്റ്റാക്കിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, 8 ബിറ്റേ ഉള്ളൂ അല്ലെ. അപ്പൊ സ്റ്റാക്കിന്റെ സൈസ് 8 ബിറ്റ് ഉള്ളതുകൊണ്ട് ഇത് PC വരുന്നത് എത്രയാണ്, 16 ബിറ്റ് ആണ്. അപ്പം ആദ്യമേ SP+1 ആക്കിയിട്ട് അതിലേക്ക് എന്ത് ചെയ്തു, ലോവർ ഓർഡർ 8 ബിറ്റ് കൊടുത്തു. ദെൻ വീണ്ടും എന്ത് ചെയ്തു, സ്റ്റാക്ക് ഒന്നുകൂടി ഇൻക്രിമെന്റ് ചെയ്തിട്ട് അടുത്ത ഹയർ ഓർഡർ ബൈറ്റ്, അഡ്രസ്സിന്റെ ഹയർ ഓർഡർ ബൈറ്റ് വീണ്ടും അടുത്ത സ്റ്റാക്കിലേക്ക് സ്റ്റോർ ചെയ്തു. എന്നിട്ട് പ്രോഗ്രാം കൗണ്ടറിലേക്ക് എന്ത് ചെയ്തു, ഈ തന്നിരിക്കുന്ന 11 ബിറ്റ് അഡ്രസ്സ് അതിന്റെ ലോവർ ഓർഡർ ഇതിൽ ലോഡ് ചെയ്തു. ഓക്കെ, അന്നേരം ആയിരിക്കും ഇത് എവിടേക്ക് പോകുന്നത്, ആ പറഞ്ഞിരിക്കുന്ന സബ് റൂട്ടിലേക്ക് പോകുന്നത്. അടുത്ത എൽ കോൾ, ഇത് ലോങ് കോൾ. അപ്പൊ എ കോൾ എന്ന് പറയുമ്പോൾ 11 ബിറ്റ് ആയിരുന്നു അല്ലെ. 11 ബിറ്റ് ആകുമ്പോൾ 2^11 ഈക്വൽ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2K മെമ്മറി, 2K ബ്ലോക്കിനകത്തെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ചാടാൻ പറ്റത്തുള്ളായിരുന്നു. അവിടെ 11 ബിറ്റ്, അതായത് അബ്സല്യൂട്ട് കോൾ ആകുമ്പോൾ അത്രയും ലോങ് ബ്ലോക്കിലേക്ക് പോകാൻ പറ്റത്തില്ല, ലോങ്ങിലേക്ക് ചാടാൻ പറ്റത്തില്ല. എൽ കോൾ ആണെങ്കിൽ അവിടെ 16 ബിറ്റ് അഡ്രസ് ആയിരുന്നു. അപ്പൊ ലോങ് കോൾ, അപ്പൊ 2^16 എന്ന് പറഞ്ഞാൽ 64 KB ലൊക്കേഷനിലെ എവിടേക്ക് വേണമെങ്കിലും പ്രോഗ്രാമിന്റെ എവിടേക്ക് വേണമെങ്കിലും ജമ്പ് ചെയ്ത് പോകാൻ പറ്റും എൽ കോൾ ഇൻസ്ട്രക്ഷൻ ആണെങ്കിൽ. അപ്പൊ എൽ കോൾ അഡ്രസ് 16 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ ആണ്. അതുകൊണ്ട് PC+3 ആയിരിക്കും. അതായത് ചെയ്ത് കഴിഞ്ഞ് റിട്ടേൺ ചെയ്യേണ്ട അഡ്രസ് PC+3 ആയിരിക്കും. അപ്പൊ ആ ഡേറ്റ ഇതുപോലെ തൊട്ടുമുമ്പ് കണ്ട പോലെ സ്റ്റാക്ക് പോയിന്ററിലേക്ക് ലോഡ് ചെയ്തിട്ടാണ് PC-യിലേക്ക് ഈ അഡ്രസ് ലോഡ് ചെയ്യുന്നത്. അടുത്തത് നമ്മളും പറഞ്ഞു കോൾ ഇൻസ്ട്രക്ഷൻ കഴിഞ്ഞ് എന്ത് ചെയ്യണം, റിട്ടേൺ ചെയ്യണം എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ റിട്ടേൺ എന്ന് കൊടുക്കുമ്പോൾ നമുക്കറിയാം ഓൾറെഡി ഈ കോൾ ഇൻസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ അടുത്ത റിട്ടേൺ ചെയ്ത് വരുമ്പോൾ സ്റ്റോർ ചെയ്യേണ്ട അഡ്രസ് എവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്, വരുമ്പോൾ അത് റീലോഡ് ചെയ്യേണ്ട അഡ്രസ് എവിടെ കിടപ്പുണ്ട്, സ്റ്റാക്കിൽ കിടപ്പുണ്ട്. അപ്പൊ സ്റ്റാക്കിൽ നിന്ന് തിരിച്ച് എടുത്ത് എവിടെ വെക്കും, PC-യിൽ വെക്കും. ഓക്കെ,
അടുത്ത റിട്ടേൺ ഐ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പർട്ടിക്കുലർ ഇന്ററപ്റ്റ് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ റിട്ടേൺ ഐ എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ ഇന്ററപ്റ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ RET എന്ന് കൊടുക്കുന്നത്. അത്രയുള്ള വ്യത്യാസം ഇതുപോലെ തന്നെ. അടുത്തത് എ ജമ്പ്. എ ജമ്പ് എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് ജമ്പ്. അബ്സല്യൂട്ട് ജമ്പ് എന്ന് പറഞ്ഞാൽ ജമ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും തിരിച്ചു ജമ്പ് ഇൻസ്ട്രക്ഷൻ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് കൊടുക്കത്തില്ല, തിരിച്ചു വരാൻ പറ്റില്ല. അപ്പം ജമ്പ് ഇൻസ്ട്രക്ഷൻ വരുമ്പോഴത്തേക്ക് എന്താ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്താൽ മതി, അതായത് പി സിയിലുള്ള നെക്സ്റ്റ് പോകേണ്ട ഇൻസ്ട്രക്ഷന്റെ അഡ്രസ് ഒന്നും സ്റ്റാക്കിൽ സ്റ്റോർ ചെയ്ത് വെക്കേണ്ട കാര്യമില്ല. നേരെ എന്ത് ചെയ്യാം, അതായത് PC+2 ആയിട്ട് ആ PC+2ന്റെ കൂടെ നെക്സ്റ്റ് അത് PC ആദ്യം PC+2 ആവും. എന്നിട്ട് അഡ്രസ്സിന്റെ അത് 11 ബിറ്റ് ആയിട്ട് ആ അഡ്രസ്സിന്റെ ലോവർ ഓർഡർ 11 ബിറ്റ് PC പ്രോഗ്രാം കൗണ്ടറിലേക്ക് ലോഡ് ചെയ്യും. അപ്പോൾ ഇവിടെ 11 ബിറ്റ് ഉള്ളതുകൊണ്ട് 2K ബ്ലോക്കിനുള്ളിൽ തന്നെ 2KB ബ്ലോക്കിനുള്ളിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിന് ജമ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി എൽ ജമ്പ് അഡ്രസ് ആണെന്നുണ്ടെങ്കിൽ ലോങ് ജമ്പ്, അതായത് 16 ബിറ്റ് ആകുമ്പോൾ 64 KB ലൊക്കേഷൻ എങ്ങോട്ട് വേണമെങ്കിലും ചാടാം. അപ്പോൾ എൽ ജമ്പ് ഒരു 3 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ ആയിട്ട് ആദ്യം PC+3 ആവുന്നു. എന്നിട്ട് സോറി, ഇതിന് PC+3 വേണ്ട, ഡയറക്റ്റ് ആയിട്ട് PC-യിലേക്ക് നമ്മുടെ 16 ബിറ്റ് അഡ്രസ് ലോഡ് ചെയ്യുന്നു. അടുത്ത എസ് ജമ്പ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ജമ്പ്. ഷോർട്ട് ജമ്പിനകത്ത് നമുക്കൊരു ഓഫ്സെറ്റ് വാല്യൂ ആയിരിക്കും തരുന്നത്. അപ്പൊ ഓഫ്സെറ്റ് വാല്യൂ അപ്പൊ എങ്ങോട്ടാണോ ജമ്പ് ചെയ്യേണ്ടത് അതിന്റെ ആഡ് ചെയ്യേണ്ട വാല്യൂ ആയിരിക്കും, അത് PC-യിലൂടെ ആഡ് ചെയ്യേണ്ട വാല്യൂ ആയിരിക്കും തരുന്നത്. അപ്പൊ PC=PC+2 ആക്കുക. എന്നിട്ട് PC+ ഓഫ്സെറ്റ് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് എങ്ങോട്ടാ ജമ്പ് ചെയ്യേണ്ടത് എന്നുള്ളത് കിട്ടും. അതുപോലെ ജമ്പ് അറ്റ് A+DPTR. ജമ്പ് അറ്റ് A+DPTR എന്ന് പറയുമ്പോഴത്തേക്ക് A+DPTR-ലേക്ക് A+DPTR-ൽ നമുക്ക് ജമ്പ് ചെയ്യേണ്ട അഡ്രസ് ഉണ്ടാവും. അപ്പൊ അത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് ആ അഡ്രസ് പ്രോഗ്രാം കൗണ്ടറിലേക്ക് ലോഡ് ചെയ്യും. അല്ലെ JZ എന്ന് പറയുമ്പോൾ അതൊരു കണ്ടീഷണൽ ജമ്പ് ഇൻസ്ട്രക്ഷൻ ആണ്. JZ എന്ന് പറഞ്ഞാൽ 0 JZ 0. അപ്പൊ ഇവിടെ 0 ഫ്ലാഗ് ഇല്ല, പകരം എന്താ A രജിസ്റ്ററിലെ വാല്യൂ 0 ആണോ അല്ലയോ നോക്കും. A രജിസ്റ്ററിലെ വാല്യൂ 0 ആണെങ്കിൽ എന്ത് ചെയ്യും, ആ ഓഫ്സെറ്റിലേക്ക് ജമ്പ് ചെയ്യും. അപ്പൊ ആദ്യം PC+2 ആവും. A രജിസ്റ്ററിലെ വാല്യൂ 0 ആണെങ്കിൽ എന്ത് പറ്റും, PC++ ഓഫ്സെറ്റ് ആ വാല്യൂലേക്ക് ജമ്പ് ചെയ്യും. അപ്പൊ അതൊരു കണ്ടീഷണൽ ജമ്പ് ഇൻസ്ട്രക്ഷൻ ആണ്. അടുത്ത JNZ എന്നാണെങ്കിൽ എയുടെ വാല്യൂ 0 അല്ലെങ്കിലായിരിക്കും ജമ്പ് ചെയ്യുന്ന, ബാക്കി കണ്ടീഷൻസ് എല്ലാം സെയിം. CJNE എന്ന് പറഞ്ഞാൽ കമ്പയർ ആൻഡ് ജമ്പ് ഇഫ് നോട്ട് ഈക്വൽ. A, ഡയറക്റ്റ്, അത് എയിലെയും ഡയറക്റ്റ് എന്ന് പറഞ്ഞ തന്നിരിക്കുന്ന രണ്ട് ഓപ്പറന്റിലെ ഡേറ്റ തമ്മിൽ കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്തിട്ട് നോട്ട് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ക്യാരി ഫ്ലാഗിന്റെ വാല്യൂ എന്തായിരിക്കും, നോട്ട് ഈക്വൽ ആണെങ്കിൽ ഈക്വൽ ആണെങ്കിൽ ക്യാരി ഫ്ലാഗിന്റെ വാല്യൂ എന്തായിരിക്കും, ആരൊന്നും മിണ്ടുന്നില്ലേ. ഈക്വൽ ആണെങ്കിൽ ക്യാരി ഫ്ലാഗിന്റെ വാല്യൂ 0 ആയിരിക്കും. നോട്ട് ഈക്വൽ അല്ലെങ്കിൽ A ലെസ് ദാൻ ദാറ്റ് വാല്യൂ ആണെന്നുണ്ടെങ്കിൽ ക്യാരി ഫ്ലാഗിന്റെ വാല്യൂ 1 ആയിരിക്കും. അപ്പൊ ലെസ് ദാൻ വാല്യൂ ആണെന്നുണ്ടെങ്കിൽ എന്ത് ലെസ് ദാൻ ഓർ അല്ലെങ്കിൽ നോട്ട് ഈക്വൽ കേസ് വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഇത് ഓഫ്സെറ്റിലേക്ക് ജമ്പ് ചെയ്ത് പോകും. ഇനി CJ ഇതിന്റെ തന്നെ പല കോമ്പിനേഷൻ, അതായത് ഡയറക്റ്റ് ഡേറ്റ എയും തന്നിട്ടുള്ളത്, ആറും അതും കൂടെ തന്നിട്ടുള്ളത്. കേൾക്കുന്നുണ്ടോ? അടുത്ത CJNE at RA, #. നിങ്ങൾ നോക്കുമ്പോ തന്നെ അത്യാവശ്യം പിടി കിട്ടും കേട്ടോ. കമ്പയർ ആൻഡ് ജമ്പ് നോട്ട് ഈക്വൽ, ഈ കേസ് തന്നെ ഇതുപോലെ തന്നെ അതിന്റെ പല ഫോർമാറ്റുകളാണ്. അപ്പൊ ഞാൻ സ്റ്റെപ്സ് എല്ലാം നിങ്ങൾക്ക് നോക്കുമ്പോൾ പിടി കിട്ടും. പിന്നെ DJNS ആണ് ഡിക്രിമെന്റ് ആൻഡ് ജമ്പ് ഇഫ് നോട്ട് 0. അതെന്ത് ചെയ്യുന്ന അറിയോ, RNന്റെ ഡേറ്റ ഡിക്രിമെന്റ് ചെയ്തിട്ട് RNന്റെ വാല്യൂ 0 അല്ല, ഡിക്രിമെന്റ് ചെയ്യുമ്പോൾ കിടക്കുന്ന രജിസ്റ്റർ R0 അല്ലെങ്കിൽ R0 to R7 വാല്യൂ തന്നിരിക്കുന്ന ഏതാണെന്ന് വെച്ചാൽ ഗിവൺ രജിസ്റ്ററിലെ വാല്യൂ നോട്ട് 0 അല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും എവിടേക്ക് ജമ്പ് ചെയ്യും, ഈ പറഞ്ഞ ഓഫ്സെറ്റ് വാല്യൂലേക്ക് ജമ്പ് ചെയ്യും. അല്ലെങ്കിൽ അവിടുന്ന് ലൂപ്പിന് പുറത്ത് വരും. അത് തന്നെ ഡിഫറെന്റ് കോമ്പിനേഷൻ. ഇനി നോപ്പ് ഓപ്പറേഷൻ. നോപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഡിലേ കൊടുക്കുക എന്നുള്ള ഒരു ക്ലോക്ക് സൈക്കിൾ ഡിലേ ആയിരിക്കും. പക്ഷെ 8086 3 ക്ലോക്ക് സൈക്കിൾ ഡിലേ ആയിരുന്നു. ഇവിടെ ആണെങ്കിൽ 8051 1 ക്ലോക്ക് സൈക്കിൾ ഡിലേ. അടുത്തത് ക്ലിയർ ക്യാരി, ബൂളിയൻ ഇൻസ്ട്രക്ഷൻസ് ആയി. അപ്പം നമ്മൾ 8086 നമ്മൾ ഈ സെറ്റ് ഫ്ലാഗ് ഒക്കെ സെറ്റ് ചെയ്യുന്നത് മെഷീൻ കൺട്രോൾ അല്ലെങ്കിൽ പ്രോസസ് കൺട്രോൾ, മെഷീൻ കൺട്രോൾ ഇൻസ്ട്രക്ഷനകത്തായിരുന്നു. 8051 വരുമ്പോൾ ഇതെല്ലാം വരുന്നത് ബൂളിയൻ ഇൻസ്ട്രക്ഷനകത്തായി. ക്ലിയർ ബിറ്റ്, സെറ്റ് ബി, ക്യാരി, ഓരോ ക്യാരി ഫ്ലാഗിലെ ബിറ്റ് ഒക്കെ സെറ്റ് ചെയ്യുന്നതൊക്കെ. അപ്പൊ ക്ലിയർ സി എന്ന് പറഞ്ഞാൽ ക്യാരി ഫ്ലാഗ് എന്ത് ചെയ്യുന്നു, 0 ആക്കുന്നു. ക്ലിയർ ബിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബിറ്റ് അഡ്രസബിൾ ലൊക്കേഷൻ ഇല്ലേ, ആ ബിറ്റ് അഡ്രസബിൾ ലൊക്കേഷൻ ഏതെങ്കിലും ബിറ്റ്
കൊടുക്കും. അപ്പൊ അതിനെ നമുക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റ് ബി സി എന്ന് പറഞ്ഞാൽ സെറ്റ് ബിറ്റ് ക്യാരി ഫ്ലാഗ് 1 ആക്കുക. സെറ്റ് ബി ബിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മറ്റേ 16 ബൈറ്റ് ലൊക്കേഷൻ ബിറ്റ് അഡ്രസ്സുള്ള മെമ്മറി ഇല്ലേ, അതിനകത്ത് ഏതെങ്കിലും ലൊക്കേഷനിലോ ഏതെങ്കിലും ബിറ്റ് എന്താ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1 ആക്കണമെന്നുണ്ടെങ്കിൽ കോംപ്ലിമെന്റ് ക്യാരി, അതുപോലെ കോംപ്ലിമെന്റ് തന്നിരിക്കുന്ന ബിറ്റിനെ കോംപ്ലിമെന്റ് ചെയ്യുക. ANL C, ബിറ്റ് എന്ന് പറഞ്ഞാൽ ക്യാരി ഫ്ലാഗും തന്നിരിക്കുന്ന ബിറ്റിന്റെ അഡ്രസ്സിലുള്ള 2 ഡേറ്റയും നമ്മൾ എന്ത് ചെയ്യുന്നു, ആൻഡ് ഓപ്പറേഷൻ ചെയ്യുന്നു. അതുപോലെ ANL C, ഹാഷ് ഇട്ടിട്ട് ബിറ്റ്, അതൊന്ന് ശ്രദ്ധിച്ചോണം. ഹാഷ് ഇട്ടിട്ട് ബിറ്റ് ആണെന്നുണ്ടെങ്കിൽ ബിറ്റിനെ കോംപ്ലിമെന്റ് ചെയ്തിട്ടാണ് അവിടെ ആൻഡ് ചെയ്യുന്നത്. അതുപോലെ ORL ആകുമ്പോഴത്തേക്കും അതുപോലെ ബിറ്റിനെ കോംപ്ലിമെന്റ് ചെയ്തിട്ടായിരിക്കും ഇത് ചെയ്യുന്നത്. അപ്പൊ അതൊന്ന് ഇച്ചിരി ഡിഫറെന്റ് ആയിട്ട് വരുന്നുണ്ട്. ആ ഒരു ഇൻസ്ട്രക്ഷൻ ജസ്റ്റ് ഒന്ന് നോക്കിയാലേ. ഇനി അടുത്തത് ഇതുപോലെ തന്നെ മൂവ്, ബിറ്റ് തമ്മിൽ മൂവ് ചെയ്യാൻ വേണ്ടി എല്ലാം ബിറ്റ് ഓപ്പറേഷൻസ് ആണ്. അപ്പൊ JC ഓഫ്സെറ്റ് എന്ന് പറഞ്ഞാൽ ക്യാരി ഫ്ലാഗ് 1 ആണെങ്കിൽ എന്ത് ചെയ്യുക, ജമ്പ് ചെയ്യുക. JNC ആണെങ്കിൽ ക്യാരി ഫ്ലാഗ് 0 ആണെങ്കിൽ എന്ത് ചെയ്യുക, ജമ്പ് ചെയ്യുക. ജമ്പ് ഇഫ് നോ ക്യാരി, ജമ്പ് ഇഫ് ക്യാരി. JB ബിറ്റ് എന്നാണെങ്കിൽ ബിറ്റിന്റെ തന്നിരിക്കുന്ന ബിറ്റ് അഡ്രസ്സിന്റെ വാല്യൂ 1 ആണെങ്കിൽ ജമ്പ് ചെയ്യുക. അത് ജമ്പ് ഇഫ് ബിറ്റിന്റെ വാല്യൂ 0 അല്ലെങ്കിൽ ജമ്പ് ചെയ്യുക. അതുപോലെ ക്യാരി ഫ്ലാഗ് JBC എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് ഡിഫറെന്റ് ആണ്. JBC എന്ന് പറയുന്നത് JBCയിൽ ബിറ്റിന്റെ വാല്യൂ 1 ആണെങ്കിൽ ജമ്പ് ചെയ്യണം. അതിനോടൊപ്പം തന്നെ ബിറ്റിന്റെ വാല്യൂ അത് എന്ത് ചെയ്യും, തിരിച്ച് കോംപ്ലിമെന്റ് ആക്കി 0 ആക്കി മാറ്റിയും കൂടെ ചെയ്യും. അതാണ് JBC. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്തേരെ. JBC കുറച്ച് ഡിഫറെന്റ് ആണ്. JBCയിൽ 2 ഓപ്പറേഷൻ ചെയ്യുന്നുണ്ട്. ബിറ്റിന്റെ വാല്യൂ 1 ആണെങ്കിൽ ജമ്പും ചെയ്യുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം തന്നെ ആ ബിറ്റിന്റെ വാല്യൂ അത് കോംപ്ലിമെന്റ് ചെയ്ത് 0 ആക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് ഇൻസ്ട്രക്ഷൻ സെറ്റ്സ് വരുന്നത്. നമുക്ക് ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, അപ്പോ ഇന്റേണൽ റാം സൈസ് ഓഫ് 8051 128 ബൈറ്റ്. ഡിഫോൾട്ട് രജിസ്റ്റർ ബാങ്ക് ഇൻ 8051. ഡിഫോൾട്ട് ആയിട്ടുള്ള ബാങ്ക്, അതായത് നമ്മൾ ജസ്റ്റ് റീസെറ്റ് ചെയ്യുമ്പോൾ ഡിഫോൾട്ട് ആയിട്ട് സെലക്ടഡ് ആയിരിക്കുന്ന ബാങ്ക് ഏതായിരിക്കും, ബാങ്ക് 0 ആയിരിക്കും. അത് മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്ലാഗ് രജിസ്റ്ററിലെ 3rd and 4th ബിറ്റ് സെറ്റ് ചെയ്താൽ മതി. അതിനനുസരിച്ച് ബാങ്ക് മാറും. അതായത് 3rd and 4th ബിറ്റ് 00 ആണെങ്കിൽ ബാങ്ക് 0, 01 ആണെങ്കിൽ ബാങ്ക് 1, 10 ആണെങ്കിൽ ബാങ്ക് 2 and 11 ആണെങ്കിൽ ബാങ്ക് 3. ഇഫ് ജമ്പ് ഓപ്പറേഷൻ ഇസ് എക്സിക്യൂട്ടഡ്, ജമ്പ് ഓപ്പറേഷൻ ആണെങ്കിൽ ഒരിക്കലും തിരിച്ച് വരാൻ പറ്റത്തില്ല, cannot return back. ഇന്റേണൽ മെമ്മറി ഓഫ് 8051 ഫ്രം 80 to FF. ഇതിന് വേണ്ടിയിട്ടുള്ളതാണ് സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സ് AB, TCON, TMOD. ഇതെല്ലാം കിടക്കുന്നത് 80 to FF വരെയുള്ള ലൊക്കേഷനിലാണ്. നമ്പർ ഓഫ് എക്സ്റ്റേണൽ ഇന്ററപ്റ്റ്, എത്ര എക്സ്റ്റേണൽ ഇന്ററപ്റ്റ് ഉണ്ട്, 2 എക്സ്റ്റേണൽ ഇന്ററപ്റ്റ് ഉണ്ട്. പിന്നെ അതുപോലെ 2 ടൈമർ ഇന്ററപ്റ്റ് ഉണ്ട്, ഒരു സീരിയൽ പോർട്ട് ഇന്ററപ്റ്റ് ഉണ്ട്. വിച്ച് പോർട്ട് ഇൻ 8051 ഈസ് ടു ബി കണക്റ്റഡ് വിത്ത് എക്സ്റ്റേണൽ പുൾ അപ്പ് രജിസ്റ്റർ? അത് ഇമ്പോർട്ടന്റ് ആണ്. പോർട്ട് 0. രജിസ്റ്റർ ബാങ്ക് സെലക്ട് ലൈൻ ബിറ്റ് നമ്പർ ഇൻ PSW, ഏതാ 3rd and 4th ബിറ്റ് ആയിരിക്കും നമ്മൾ രജിസ്റ്റർ ബാങ്കിന് വേണ്ടി സെലക്ട് ചെയ്യുന്നത്. ഇനി ലോവർ നിബിൾ ഓഫ് TMOD രജിസ്റ്റർ കറസ്പോണ്ട്സ് ടു, ഏതാ TMOD രജിസ്റ്ററിന്റെ ലോവർ ഓർഡർ 4 ബിറ്റ് ടൈമർ 0ക്കും ഹയർ ഓർഡർ 4 ബിറ്റ് ടൈമർ 1-നുള്ളതാണ്. വിച്ച് മോഡ് ഓഫ് ടൈമർ യൂസ്ഡ് വെൻ 8051 ഈസ് ഇന്റർഫേസ്ഡ് വിത്ത് ലോവർ ഫാമിലി? ഏതാണ് ലോവർ ഫാമിലി ആകുമ്പോൾ ഏതാ ബിറ്റിന്റെ എണ്ണം കുറവുള്ള, അതായത് 13 ബിറ്റ് ടൈമർ വരുന്നതാണ് മോഡ് 0. ഓൺ ഇനിഷ്യലൈസേഷൻ കണ്ടന്റ് ഓഫ് പ്രോഗ്രാം കൗണ്ടർ എത്രയാണ്? 0000H. പക്ഷെ നമ്മൾ 8086 എന്തായിരുന്നു? FF, F 4F then 0 അല്ലേ? അതായിരുന്നു 8086 വരുമ്പം. ടോട്ടൽ സ്പേസ് ഓഫ് ബിറ്റ് അഡ്രസിബിൾ ഏരിയ ഇൻ റാം എത്രയാണ്? 16 ബൈറ്റ് ബിറ്റ് അഡ്രസിബിൾ ലൊക്കേഷൻ ഉണ്ട്. P flag set when accumulator in 8051 contains. P flag എന്ന് പറഞ്ഞാൽ എന്താ? പാരിറ്റി ഫ്ലാഗ്. പാരിറ്റി ഫ്ലാഗ് സെറ്റ് ആവുന്ന എപ്പോഴാണ്? അത് പാരിറ്റി ഫ്ലാഗിന്റെ എണ്ണം വാല്യൂ 1 ആവുന്ന എപ്പോഴാ? നമ്മുടെ റിസൾട്ടിനകത്ത്, നമ്മുടെ അക്യുമുലേറ്ററിനകത്ത് ഓഡ് നമ്പർ ഓഫ് 1 ആണെങ്കിൽ, അത് നമ്മൾ പറഞ്ഞു ഈവൻ പാരിറ്റി ചെക്ക് ചെയ്യുന്നതാണ് 8051-നകത്ത്. അപ്പോൾ നമ്മുടെ അക്യുമുലേറ്ററിന്റെ റിസൾട്ടിനകത്ത് ഓഡ് നമ്പർ ഓഫ് 1 ആണെങ്കിൽ ഒരു 1 കൂടി ഇട്ട് അതിനെ ഈവൻ ആക്കും അല്ലേ? അപ്പോഴാണ്, അതായത് ഒരു 1 കൂടി ഇടുന്ന വെച്ചാൽ പാരിറ്റി ഫ്ലാഗ് എന്തായി? സെറ്റ് ആയി. In the timer modes, auto reload mode ഏതായിരുന്നു? Mode 2. External interrupt to be acknowledged whether edge or level triggered is set by.
അതായത് എഡ്ജ് ഇത് ഇമ്പോർട്ടന്റ് ആണ്. IT0യും IT1ഉം ആണ് നമ്മൾ എഡ്ജ് ഓർ ലെവൽ ട്രിഗേർഡ്. IT0 = 0 ആണെങ്കിൽ ലെവൽ ട്രിഗേർഡും IT0 = 1 ആണെങ്കിൽ ഇന്ററപ്റ്റ് എഡ്ജ് ട്രിഗേർഡും ആയിരിക്കും. ഇനി 8051 ഒരു ലോ പവർ, അത് 8-ബിറ്റ് ലോ പവർ CMOS പ്രോസസർ ആണ്. ഇനി ഇതിനകത്ത് ഓഡ് വൺ ഔട്ട്, ഇപ്പം സ്റ്റാക്ക് പോയിന്റർ, എ രജിസ്റ്റർ, ബി രജിസ്റ്റർ, PC. എന്തുകൊണ്ടാ? ബാക്കിയെല്ലാം 8-ബിറ്റ് ആണ്, പ്രോഗ്രാം കൗണ്ടർ 16-ബിറ്റ് ആണ്. അഡ്രസ് കം ഡേറ്റാബേസ് ഏതാണ്? ഓർഡർ 0. ക്രിസ്റ്റൽ ഫ്രീക്വൻസി ഓഫ് 8051 12 ചിലപ്പോൾ 11.059 മെഗാഹെർട്സ് കൃത്യമായിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുക. അടുത്തത് പ്രോഗ്രാം കൗണ്ടർ ഓഫ് 8051 ഈ 16-ബിറ്റ്. രജിസ്റ്റർ ഇൻ 8051 വിത്ത് നോ അഡ്രസ്. പ്രോഗ്രാം കൗണ്ടർ ഒരു പ്രത്യേകത കേട്ടോ. പ്രോഗ്രാം കൗണ്ടറിന് ബാക്കി എല്ലാ രജിസ്റ്ററിനും എക്കും ബിക്കും എയുടെ അഡ്രസ് E0, ബിയുടെ അഡ്രസ് F0, ടീം മോഡിന്റെ അഡ്രസ്, ആ അഡ്രസ് ഒക്കെ എന്റെ നോട്ടിനകത്തുണ്ട്. അപ്പൊ DPL ആണെങ്കിൽ 81, DPH ആണെങ്കിൽ 82, പിന്നെ അതുപോലെ സീരിയൽ ബഫർ ആണെങ്കിൽ 99, അങ്ങനെയൊക്കെ കുറെ അഡ്രസ്സുകളുണ്ട്. പക്ഷെ പ്രോഗ്രാം കൗണ്ടറിന് മാത്രം എന്തില്ല? അഡ്രസ് ഇല്ല. അപ്പൊ അഡ്രസ് ഇല്ലാത്ത രജിസ്റ്റർ ഏതാന്ന് ചോദിച്ചാൽ പ്രോഗ്രാം കൗണ്ടർ ആണ്. ബി രജിസ്റ്റർ ഈസ് യൂസ്ഡ് ഓൺലി വെൻ. ബി രജിസ്റ്റർ യൂസ് ചെയ്യുന്ന മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഓപ്പറേഷൻ ആണ് ബേസിക്കലി ബി രജിസ്റ്റർ യൂസ് ചെയ്യുന്നത്. 8051 അതിന്റെ തൊട്ടുമുമ്പ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡിന് അല്ലെങ്കിൽ ഫ്ലാഗ് രജിസ്റ്ററിന്റെ സൈസ് എത്രയാണെന്നായിരുന്നു. അത് കട്ടായി പോരാ. ഇനി 8051 റോം സൈസ് 4KB ആണ്. എത്ര ടൈമർ ഉണ്ട്? 2 ടൈമർ ഉണ്ട്. എത്ര IO ലൈൻസ് ഉണ്ട്? 4 പോർട്ട്, 4x8 32 IO പിൻസ്. ഹൗ മെനി ഡേറ്റ രജിസ്റ്റേഴ്സ്? എത്ര ഡേറ്റ രജിസ്റ്റർ ഉണ്ട്? R0 to R7 അങ്ങനെയുള്ള 4 ബാങ്ക്. അപ്പൊ 8x4 32 ഡേറ്റ രജിസ്റ്റേഴ്സ് ഉണ്ട്. അഡ്രസ് ഓഫ് രജിസ്റ്റർ ബാങ്ക് 2. അപ്പൊ എന്ത് ചെയ്യണം? ആ പടത്തിനകത്ത് നോക്കി എല്ലാത്തിന്റെ അഡ്രസ് വരുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചോണം. 1017 ആണ് ബാങ്ക് 2 വരുന്നത്. അടുത്ത വിച്ച് പോർട്ട് ഹാസ് ഓപ്പൺ ഡ്രെയിൻ പിൻസ്? പോർട്ട് 0. വിച്ച് രജിസ്റ്റർ ബാങ്ക് ഈസ് യൂസ്ഡ് ആസ് സ്റ്റാക്ക്? സ്റ്റാക്കിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന രജിസ്റ്റർ ബാങ്ക് ആണ് ബാങ്ക് 1. അടുത്തത് മൂവ് R6, #110D എന്നിട്ട് DJNZ R6, ഹിയർ എന്നിട്ട് എത്ര തവണ അപ്പൊ അത് ഈ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നു. അതായത് 110 ഡെസിമൽ വാല്യൂ തന്നിരിക്കുന്നത്, D എന്ന് കൊടുത്തിന് ഡെസിമൽ ആയതുകൊണ്ട് എത്ര തവണ തന്നെയാണ്? 110 തവണ. അതായത് ഡിക്രിമെന്റ് ചെയ്ത് 110ന് 0 വരുന്ന വരെ എന്ത് ചെയ്യും? അതിങ്ങനെ ലൂപ്പ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പൊ എത്ര തവണ ലൂപ്പ് ചെയ്യും? 110 തവണ ലൂപ്പ് ചെയ്യും. 8051 ഹാർഡ്വാർഡ് ആർക്കിടെക്ചർ ആണ്. അതായത് മൈക്രോ കൺട്രോളേഴ്സ് എപ്പോഴും ഹാർഡ്വാർഡ് ആർക്കിടെക്ചറും, ഇനി മൈക്രോ പ്രോസസ്സേഴ്സ് വരുമ്പോൾ വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ ആണ്. അതും കൂടെ നോട്ട് ചെയ്തേക്കാം. മൈക്രോ കൺട്രോളർ ഹാർഡ്വാർഡ് ആർക്കിടെക്ചറും, മൈക്രോ പ്രോസസർ വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ ആണ്. ഹാർഡ്വാർഡ് ആർക്കിടെക്ചർ എന്ന് വെച്ചാൽ എന്താ? സെപ്പറേറ്റ് ഡേറ്റ മെമ്മറി ഉണ്ടാവും, സെപ്പറേറ്റ് ഹോട്ട് മെമ്മറി ഉണ്ടാവും കേട്ടോ. അടുത്ത EABIT യൂസ്. EABIT എന്ന് പറഞ്ഞാൽ ഒരു ഇനേബിൾ അല്ലെങ്കിൽ ഡിസേബിൾ ബിറ്റ്. ഇനേബിൾ ഇന്ററപ്റ്റ് ഇനേബിളോ ഡിസേബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് EA എന്ന് പറയുന്ന ബിറ്റ്. അതായത് നമ്മൾ പഠിച്ചല്ലോ EA ഏതാ? ഇനേബിൾ എന്താ? നമുക്ക് ഇന്ററപ്റ്റ് ഇനേബിൾ രജിസ്റ്റർ പഠിച്ചില്ലേ? അതിനകത്ത് 7th ബിറ്റ് ആയിരുന്നു EA. അത് എന്തിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്? ഇന്ററപ്റ്റിനെ ഇനേബിളും ചെയ്യാം, അല്ലെങ്കിൽ EA = 0 ആണെങ്കിൽ എല്ലാ ഇന്ററപ്റ്റിനും നമുക്ക് ഡിസേബിളും ചെയ്യാം. How is the status of carry, auxiliary flag, carry flag and parity flag affected? ഈ ഒരു ഇൻസ്ട്രക്ഷൻ, അതായത് മൂവ് A,9CH ആഡ് A, അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ നിന്ന് ലോവർ ഓർഡർ നിബിളിൽ നിന്ന് ഹയർ ഓർഡർ നിബിളിലേക്ക് ഒരു ക്യാരി പോകുന്നുണ്ട്. അപ്പം തന്നെ ഓക്സിലറി ക്യാരി എന്താവും? 1 ആവും. അതുപോലെ ഒരു ക്യാരി ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ ക്യാരി ഫ്ലാഗ് 1 ആവും. അപ്പൊ A രജിസ്റ്ററിലെ നെറ്റ് റിസൾട്ട് 00 എന്നായിരിക്കും. സോ 00 ആയതുകൊണ്ട് ഈവൻ നമ്പർ ഓഫ് വൺസ് തന്നെ, അല്ലെ വൺസ് അല്ലെങ്കിൽ 0 ആകുമ്പോൾ ഈവൻ നമ്പർ ആയിരിക്കില്ല അതിനകത്ത് വരുന്നത്. സോ പാരിറ്റി ഫ്ലാഗിന്റെ വാല്യൂ 0 ആയിരിക്കും. അടുത്തത് when 8051 is reset and EA bar line is low, PC points to first program instruction. അത് ഇനി എക്സ്റ്റേണൽ നമ്മുടെ പിന്നിന്റെ പുറത്തൊരു EA പിൻ ഉണ്ട്. മറ്റേത് EA എന്ന് കണ്ടത് നമ്മൾ എന്തായിരുന്നു? നമ്മുടെ രജിസ്റ്ററിന്റെ വാല്യൂ ആണ് EA. ഇനി EA എന്ന് പറഞ്ഞിട്ട് ഒരു പിൻ ഉണ്ട്, EA ബാർ എന്ന് കൊടുത്തിരിക്കുന്ന ഒരു ആക്റ്റീവ് ലോ പിൻ ഉണ്ട്. അത് എക്സ്റ്റേണൽ മെമ്മറി ആക്സസ് ചെയ്യുന്ന സമയത്ത് അത് ആക്റ്റീവ് എന്തായിരിക്കും? ഹൈ ആയിരിക്കും. അത് EA ബാർ = 0 കൊടുക്കുമ്പോൾ ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? എക്സ്റ്റേണൽ മെമ്മറി ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം EA ബാർ ഹൈ ആക്റ്റീവ് ആണെങ്കിൽ, അതായത് EA ബാർ ലൈൻ ഈസ് ലോ മീൻസ് ആക്റ്റീവ് ആവും. ആക്ടണൽ ആയിരിക്കും PC പോയിന്റ് ചെയ്യുന്നത്. 3.4. അപ്പൊ എന്ത് വേണം? P3.0, P3.1 അതിന്റെ എല്ലാ ഓൾട്ടർനേറ്റ് ഫംഗ്ഷനും പഠിച്ചേ പറ്റൂ. അത് നോക്കുമ്പോൾ ടൈമർ 0 എന്ന് കാണാം.
ഇനി നമ്മൾ ഈ മൈക്രോ കൺട്രോളറിന്റെ ഈ അസംബ്ലി ലാംഗ്വേജ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അത് ഹെക്സ് ഫയൽ ആയിട്ടായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ എക്സ്റ്റൻഷൻ .hex എന്നായിരിക്കും അതുകൊണ്ട് അങ്ങനെ എഴുതിയിരിക്കുന്നത്. In 8051, how will the processor know that it will access data from external program or internal program memory? External program memory ആണോ internal program memory? Internal program memory പറഞ്ഞാൽ എത്രയേ ഉള്ളൂ 4 KB. External program memory ആണെങ്കിൽ എത്രയുണ്ട് 64 KB. അപ്പൊ external memory ആണ് ഡേറ്റ ആക്സസ് ചെയ്യുന്നതെങ്കിൽ EA ബാർ പിന്നെ നോക്കുമ്പോൾ അതിന് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും ഇന്റർണൽ മെമ്മറിയിൽ നിന്നാണോ എക്സ്റ്റേണൽ. അപ്പൊ EA ബാർ പിൻ ഈക്വൽ ടു EA ബാർ പിൻ ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ എക്സ്റ്റേണൽ മെമ്മറി ആയിരിക്കും. EA ബാർ പിൻ ഈക്വൽ ടു 1 ആണെങ്കിൽ ഇന്റർണൽ മെമ്മറി ആയിരിക്കും ആക്സസ് ചെയ്യുന്നത്. In mode 2 timer, which register hold the reload value? ഏത് രജിസ്റ്ററിലാണ് THX രജിസ്റ്ററിലാണ് reload value സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. Which register is known as scratch pad register? ഏതിനാണ് സ്ക്രാച്ച് പാഡ് രജിസ്റ്റർ എന്ന് പറയുന്നത്? ഒന്നുകിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ബി മാത്രമായിരിക്കും തരുന്നത്, അല്ലെങ്കിൽ R0 to R1. ഇത് രണ്ടും സ്ക്രാച്ച് പാഡ് രജിസ്റ്റേഴ്സ് ആണ്. ബി മാത്രമേ തന്നിട്ടുള്ള പി രജിസ്റ്റർ കൊടുക്കുക. Which SFR used to hold the data during transmitting and receiving process? അത് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അതായത് നമ്മൾ സീരിയൽ ഡേറ്റ ട്രാൻസ്മിഷൻ ആൻഡ് റിസപ്ഷൻ സമയത്ത് അത് സീരിയൽ ആയിട്ടുള്ള ഡേറ്റ് പാരലൽ ടു സീരിയൽ കൺവേർട്ട് ചെയ്ത് പുറത്തേക്ക് കൊടുക്കാൻ, അല്ലെങ്കിൽ സീരിയൽ നിന്ന് തിരിച്ച് പാരലായി കൺവേർട്ട് ചെയ്ത് ഇച്ചിരി നേരത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്ന രജിസ്റ്റർ ആണ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റർ ആണ് SBUF, അതായത് സീരിയൽ ബഫർ രജിസ്റ്റർ. അതൊരു 8-bit രജിസ്റ്റർ ആണ്. In 8051, ALE is generated how many times? അത് അഡ്രസ് ലാച്ച് ഇനേബിൾ നമ്മളൊരു ഇൻസ്ട്രക്ഷൻ നമ്മൾ ആക്സസ് ചെയ്യുമ്പോൾ 2 തവണ ഈ അഡ്രസ് ലാച്ച് ഇനേബിളിന്റെ വാല്യൂ ഹൈ ആവുന്നുണ്ട്. അത് മെഷീൻ സൈക്കിളിനെ പറ്റിയൊക്കെ നമ്മൾ പഠിച്ചു പോകണം. നിങ്ങളിപ്പോ ഇതിങ്ങനെ ഓർത്താൽ മതി. 2 തവണ അഡ്രസ് ലാച്ച് ഇനേബിൾ വാല്യൂ ഹൈ ആവുന്നുണ്ട്. നമ്മൾ അഡ്രസ് 16-bit അഡ്രസ് ആക്സസ് ചെയ്യുന്നത് എക്സ്റ്റേണലിൽ നിന്ന് ഡേറ്റ ഫെച്ച് ചെയ്തുകൊണ്ട് വരുമ്പോൾ ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യുമ്പോൾ 2 തവണ ഈ അഡ്രസ് ലാച്ച് ഇനേബിളിന്റെ വാല്യൂ ഹൈ ആവുന്നുണ്ട്. In 8051, which port do not perform multifunctional operation? Port 1, കാരണം port 1 ഒരു dedicated IO port ആണ്. അതിന് ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡേറ്റ ട്രാൻസ്ഫർ മാത്രമേ ഉള്ളൂ, മറ്റ് അഡീഷണൽ ഫംഗ്ഷൻസ് ഒന്നും ഇല്ല. ഇനി if you push data onto stack, then the stack pointer in 8051 എന്ത് ചെയ്യണം, ആദ്യമേ എന്ത് ചെയ്യും, ഇൻക്രിമെന്റ് ചെയ്യപ്പെടും. When the call instruction is executed, the topmost element of stack comes out to be. അപ്പം നമ്മൾ കോൾ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ആദ്യം എന്താ ചെയ്യുന്നത്, കോൾ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നെക്സ്റ്റ് എക്സിക്യൂട്ട് ചെയ്യേണ്ട കോൾ കഴിഞ്ഞിട്ട് തൊട്ട് താഴെ കിടക്കുന്ന ഇൻസ്ട്രക്ഷൻ അഡ്രസ് എവിടെ കൊണ്ടുപോയി സ്റ്റോർ ചെയ്ത് വെക്കും, സ്റ്റാക്ക് പോയിന്ററിൽ സ്റ്റോർ ചെയ്ത് വെക്കും അല്ലെ. സ്റ്റാക്ക് പോയിന്റർ അല്ല, സ്റ്റാക്ക് പോയിന്റർ പോയിന്റ് ചെയ്തിരിക്കുന്ന അഡ്രസ്സിൽ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ ഈ കോൾ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റാക്ക് പോയിന്ററിലെ കണ്ടന്റ് എന്താണെന്ന് ചോദിച്ചാൽ, സ്റ്റാക്കിലെ കണ്ടന്റ് എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയണം, അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് കോൾ ഇൻസ്ട്രക്ഷൻ. അടുത്ത ABP, ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ABA PSW അതുപോലെ പോർട്ടുകൾ IP എന്ന് വെച്ചാൽ ഇന്റർ പ്രയോറിറ്റി രജിസ്റ്റർ, I എന്ന് പറഞ്ഞാൽ ഇന്ററപ്റ്റ് ഇനേബിൾ രജിസ്റ്റർ, SCON, ഈ രജിസ്റ്റേഴ്സ് എല്ലാം എന്തായിരിക്കും, നമുക്ക് അങ്ങനെ ബിറ്റ് ചെയ്യാൻ പറ്റും, ബൈറ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും.